സാധിക്കുന്നുണ്ട്. ആ സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരിലേക്ക് ലോകത്തിന്റെ പല മേഖലകളിലേക്കും, രാജ്യത്തിന്റെ അല്ല ലോകത്തിന്റെ പല മേഖലകളിലേക്കും പുതിയ ഗസ്റ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൺലൈൻ GTS എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വഴി തുറന്നു വെച്ചിരിക്കുന്നത്. ആ വഴി തുറക്കലിന് മുന്നോടിയായി തന്നെ നമുക്കറിയാം സാധാരണ പോലെയുള്ള ഒരു ചീഫ് ഗസ്റ്റ് ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ഒരു ഓൺലൈൻ GTSിലേക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് കടന്നു വരുന്ന ഒരു ആദ്യത്തെ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും ആഘോഷകരമാക്കുന്നതിന് വേണ്ടി എല്ലാ ലീഡേഴ്സും അഹോരാത്രം കഷ്ടപ്പെടുകയാണ്. ആ എല്ലാ ലീഡേഴ്സും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഞാൻ ഏതായാലും സമയം കളയുന്നില്ല. ഇന്ന് ചതയ ദിനാഘോഷമാണ്. ചതയ ദിനത്തിൽ പല സംഭവങ്ങളും പല ആഘോഷങ്ങളും നാടിന്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് GTSിലേക്ക്, അതായത് ഓൺലൈൻ GTSിലേക്ക്, എന്റെ ജീവിതത്തിന്റെ വഴി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ GTSിലേക്ക് പുതിയ ഓരോ ആളുകളെയും കൊണ്ടുവരുന്നതിനും അവനവന്റെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചതയ ദിനാഘോഷം ഓൺലൈൻ GTSിനോട് ഒപ്പം ചേർന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി സമയം നീട്ടുന്നില്ല. കാരണം നമുക്കറിയാം എന്റെയും അല്ലെങ്കിൽ ഇന്ന് GTS പ്രസന്റ് ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയുടെയും സമയത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം കാതോർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ സമയം നമുക്ക് ഒട്ടും അപഹരിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം ഈ ഓൺലൈൻ GTSിലേക്ക് കടന്നു വരുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഇന്ന് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ, അതായത് ഈ ഒരു ബിസിനസിന്റെ പ്രസന്റേഷൻ എന്താണ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി നമ്മുടെ മാന്യ വ്യക്തി, ഈ ബിസിനസിന്റെ ഏറ്റവും എന്താ പറയണ്ടേ, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം. മിഥുൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റീജിയണൽ ടീം കോർഡിനേറ്റർ ആണ്, സീലിംഗ് അച്ചീവർ ആണ്. ഒപ്പം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലാണ് അദ്ദേഹത്തിന്റെ താമസം. സാർ യാത്രയ്ക്ക് സുഖമായിരുന്നു? യെസ് സാർ, ഞാൻ കേട്ടിരിക്കുന്നത് സാർ വളരെയധികം, അതായത് പെർഫെക്ഷൻ ആണ്, ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് സാർ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പല പ്രോഗ്രാമുകളിലേക്ക് ഞാൻ കേട്ടത് കണ്ടറിയുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് സാർ നേരത്തെ ഈ ടെക്നിക്കൽ പെർഫെക്ഷന്റെ ആളായിരുന്നു? അല്ല എന്നുള്ളതാണ് ഉത്തരം. ഞാൻ ഇന്ന് ഈ ഒരു ഓർഗനൈസേഷനോടൊപ്പം വന്നപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളൊന്നാണ് എന്റെ ഈ വ്യക്തി ജീവിതത്തിലുണ്ടായ ഈ വളർച്ചകൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ബിസിനസ്സിലൂടെ എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും ഞാൻ വിചാരിക്കുന്നത്. യെസ്, തീർച്ചയായും. അപ്പൊ സാറ്, മിഥുൻ സാറൊക്കെ പറയുന്നത് ഈ ബിസിനസ്സിനോട് ഒപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അത്രയും വലിയ മാറ്റങ്ങൾ തങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. സാർ ഇനി അങ്ങോട്ട് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഒരുപാടുണ്ടാവും. എന്താണ് നിയറസ്റ്റ് ആയിട്ട് സാറിന്റെ ഒരു ബിസിനസ് പ്ലാൻ? എങ്ങനെയാണ് അടുത്ത പ്രോഗ്രാം എന്തൊക്കെയാണ്? ചാർട്ടേഡ് ആണോ ഫുൾ എല്ലാ ദിവസവും? എല്ലാ ദിവസവും ചാർട്ടാണ്. ഒരുപാട് ആളുകൾ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു മന്ത് ഫുള്ള് ബ്ലോക്ക്ഡ് ആണ്, ഡേറ്റ് ആരും ചോദിക്കരുത്. തീർച്ചയായും എല്ലാ ടീമിനോട് ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഡേറ്റ് ഈ മാസമൊക്കെ ഫുൾ ബ്ലോക്ക്ഡ് ആണ്. ഏതായാലും സമയം അല്പം കളയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇത് പ്രസന്റ് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഒപ്പം മാന്യ നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായ ഇവരുടെ വാക്കുകളിലേക്ക് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്നേഹപൂർവ്വം മിഥുൻ സാറിനെ ഈ ഓൺലൈൻ GTS പ്രസന്റ് ചെയ്തതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അപ്പം എന്നെ ഈ ഒരു GTS പ്രസന്റേഷനിലേക്ക് എല്ലാവരും ക്ഷണിച്ചിരിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ചന്ദ്രയാൻ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ മിഷൻ ലോകം മൊത്തം എത്തിയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ ഒരു ദിവസം, എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു ദിവസത്തില് ഞാൻ ഈ ഒരു പ്രസന്റേഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എനിക്ക് ഒത്തിരി ടെൻഷനുണ്ട്. കാരണം SITയിലെ തന്നെ, അല്ലെങ്കിൽ എന്റെ മൈലേജിലെ തന്നെ ലെജൻഡ് ആയിട്ടുള്ള ഗ്രേറ്റ് വ്യക്തിത്വമാണ് ഇന്ന് കൺക്ലൂഡിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ കൊണ്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. അദ്ദേഹം എന്നെ എത്തിച്ചിരിക്കുന്ന SIT എന്ന് പറയുന്ന സൺ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എത്തിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ്. ആ ഒരു മാറ്റമാണ് ഇന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, എന്തിനാണ് ജീവിതത്തിൽ നമ്മൾ അവസരങ്ങൾ ഉണ്ടാകേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ അവസരങ്ങളെ തേടിപ്പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പല ആളുകൾക്കും അറിയാം, പല ഉത്തരങ്ങളുണ്ട്, പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാം. അപ്പൊ ജീവിതത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി, ഒരു ഗുഡ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷെങ്കിൽ എല്ലാവരും നല്ല ഓപ്പർച്യൂണിറ്റിനെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരാണ്. ആ സ്വപ്നങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ തന്നെ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളാക്കി വെച്ചിരിക്കുന്ന
ബാധ്യതകളെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. ഓരോരുത്തരും അവസരങ്ങൾ തേടാൻ വേണ്ടി വിവിധ കാരണങ്ങളുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് നോക്കുമ്പോൾ വിവിധ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞാനും നിങ്ങളും എല്ലാം പല മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്ന ഒരു മേഖലയിൽ നമ്മൾ തീർച്ചയായിട്ടും പണിയെടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വരുമാനം ലഭിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളോട് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ മറ്റു മേഖലകളിലേക്ക്, പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ അവസരങ്ങളെ തേടി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം നമ്മുടെ ഇന്ന് ജീവിത നിലവാരം ഒരുപാട് ഉയർന്നു, ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു, അതിന് അനുവാദികമായിട്ട് നമ്മുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന് പോലും ഇന്ന് നമ്മൾ പല ആളുകളും കാശ് കൊടുത്ത്, കുടിവെള്ളം പോലും കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം കൂടി, ഒരു സൈഡിൽ ജീവിത നിലവാരം ഉയർന്നു, നമുക്ക് പല സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീവിത ചെലവും നമുക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നിത്യേനയുള്ള ചെലവ്, നമുക്കറിയാം ഇന്ന് എന്ത് സാധനങ്ങൾ വില കൂടുന്നതല്ലാതെ ഒന്നും കുറേ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെയിലി നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആനുപാതികമായിട്ട് നമുക്ക് വരുമാനം കൂടണമെന്നില്ല. നമ്മൾ ഇന്ന് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു. നമുക്ക് ഇൻഷുറൻസോ മെഡിക്ലെയിമുകളോ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതും നമ്മുടെ വരുമാനം കൂടുതൽ, നമ്മുടെ വരുമാനം നിലവിലുള്ളതിനേക്കാൾ കൂട്ടേണ്ട ആവശ്യതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പറയാം, ഇന്ന് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ക്രൈസിസ് എന്ന് പറയുന്ന മാറ്റങ്ങൾ ഇത് വലിയ രീതിയിൽ തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള 10 വർഷം കൊണ്ട് ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറാൻ പോകുന്ന മാറ്റങ്ങളോ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും അധികം വരും. കാരണം നമുക്കറിയാം റോബോട്ടിക്സ് വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു മേഖല അതിശക്തമായിട്ട് വന്നു. ഈ മേഖലയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജോലികൾ എളുപ്പമായി, ഇഷ്ടംപോലെ സ്പീഡിൽ പ്രൊഡക്ടിവിറ്റി കൂടി. പക്ഷെ മനുഷ്യന്റെ അധ്വാനം അല്ലെങ്കിൽ മനുഷ്യന്റെ സേവനങ്ങളെ വളരെ കുറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഡിജിറ്റലൈസേഷൻ നമ്മുടെ ഒപ്പം മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഡിജിറ്റലൈസേഷനൊപ്പം തന്നെ ഇ കൊമേഴ്സിന്റെ സ്വാധീനം എന്ന് പറയുന്നത് അതിശക്തമായിട്ടിരിക്കുന്നു. ഇന്ന് ഓൺലൈൻ യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ഓൺലൈൻ യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് പോലും വളരെ കുറവായിരിക്കുന്നു. ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക്, അതായത് ഇന്നുണ്ടായിരുന്ന പല വ്യവസായ മേഖലകളും ഓൺലൈൻ കവർന്നെടുത്തു, എഡ്യൂക്കേഷൻ മേഖല കടന്നെടുത്തു. ഇന്ന് നമ്മൾ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് പോലും ഒരു ഓൺലൈൻ ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ടെക്നോളജികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ടെക്നോളജികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ടെക്നോളജികൾ മനുഷ്യനെ സഹായിക്കാനാണ് കടന്നു വന്നതെങ്കിൽ ഇപ്പോൾ വരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യനെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചി ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് എന്ത് തൊഴിലുറപ്പിൽ നഷ്ടം വരാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ മറ്റു രാജ്യങ്ങളിലൊക്കെ ടെക്നോളജി എങ്ങനെയാണ് തൊഴിൽ മേഖലകളെ മാറ്റം വരുത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നാളെ നമ്മുടെയും ബാധിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ മേഖലകളും ഓട്ടോമേഷനും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ ചേർന്നുകൊണ്ടുള്ള ആ ഒരു മേഖല ഏറ്റവും കൂടുതൽ തൊഴിലവസരം കവർന്നെടുക്കാൻ പോവുകയാണ്. വളരെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഒരു റോബോട്ടിനോ ഒരു മനുഷ്യനും തൊഴിലിനു വേണ്ടി നിൽക്കുകയാണെങ്കിൽ റോബോട്ട് മനുഷ്യനെല്ലാം ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യും. റോബോട്ടിന് ക്ഷീണമില്ല, വിശ്രമമില്ല, അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് റെസ്റ്റ് വേണ്ട, കല്യാണം വേണ്ട, പാലുകാച്ചില്ല, ഇതൊന്നും ആവശ്യമില്ല. അതിന് ഇച്ചിരി കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഉത്പാദന മേഖലകളെ സഹായിക്കാൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ആ മേഖലയ്ക്ക് അതിശക്തമായിട്ട് സ്വാധീനം ചെയ്യും. ഇതൊക്കെ ഒരു മേഖലയിലൂടെ വരുമ്പോൾ മനുഷ്യൻ പണിയെടുക്കുന്ന മേഖലകളിലാണ്, മനുഷ്യന്റെ അധ്വാനത്തിന് പകരമാണ് ഈ മേഖലകളൊക്കെ. സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയിരിക്കുന്നു, ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, നമുക്ക് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് സൗകര്യങ്ങൾ തരുമ്പോൾ പണിയെടുക്കുന്നവന് പണിയെടുക്കാനുള്ള അവസരം കൂടിയാണ് നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്ന് എത്രമാത്രം ആളുകളുടെ, പ്രത്യേകിച്ച് ടെക് മേഖലകളിലൊക്കെ അതിശക്തമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന മേഖലകൾ വരെ ഇന്ന് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം നമ്മുടെയൊക്കെ തൊഴിലവസരങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് മെഡിസിൻ, വെൽനസ്, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്ന ഭാരിച്ച ചെലവുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ തൊഴിലവസരങ്ങളെ കുറയ്ക്കാനോ നമ്മുടെ വരുമാനം ഇല്ലാതാക്കാനോ ആ വരുമാനത്തിൽ കുറവുണ്ടാക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നമുക്ക് അടുത്ത 10 കൊല്ലം നമുക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
അതിന് പറ്റില്ല എങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിയാൽ മാത്രം മതി. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു മേഖലയ്ക്ക് അപ്പുറം നമ്മൾ ഇനി ഏതാണ് മേഖല എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഏതൊരു മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ സംസാരിച്ചതിന്റെ ഭാഗത്ത് ഇന്ന് ഈ മീറ്റിംഗിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരുപക്ഷെങ്കിൽ പല ആളുകൾക്ക് ഉയർന്ന വരുമാനം ആവശ്യമുണ്ട്, പക്ഷെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാകണമെന്നില്ല. ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവസരം ഉണ്ടാകണമെന്നില്ല. ഇനി അവസരവും ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഉദാഹരണം, നമുക്കൊരു വളരെ ചൂടേറിയ ഒരു കാലാവസ്ഥയിലോ അല്ലെങ്കിൽ വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലോ ഉള്ള ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയെ വിട്ട് മാറി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം. ചിലപ്പോൾ ചില മേഖലകളിൽ ജോലി ചെയ്യാൻ നമ്മുടെ ആരോഗ്യം സമ്മതിക്കുന്നുണ്ടാവുന്നില്ല. ചില മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് മാറി ജോലി ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഉപരിയായിട്ട് എവിടെയാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്? ഒരുപക്ഷെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം ചെയ്യാൻ പറ്റിയ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെയ്യാൻ പറ്റിയ, ഒരുപക്ഷെ നമ്മളെ ആരും നിയന്ത്രിക്കാനില്ലാതെ നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നമ്മുടെ കരിയറിനോടൊപ്പം ചേർത്തുകൊണ്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കാരണം നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച്, നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച്, നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ കൂടിച്ചേർത്ത് ഒരു മേഖല നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജോലി മേഖലയിൽ നമുക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ നമുക്ക് തൊഴിലവസരം, ഒരു വരുമാനം, നമ്മൾ തൊഴിൽ ചെയ്യാത്ത സമയത്ത് പോലും നമുക്കൊരു വരുമാനം കിട്ടാൻ പറ്റുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? ഇതിന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വലിയ ചോദ്യത്തിനാണ് കടന്നു വരുന്നെങ്കിൽ ഇതിനെല്ലാം ഉത്തരമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ മാറിയ കാലഘട്ടത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ, നമ്മൾ എവിടെയാണ് അവസരങ്ങളെ തേടേണ്ടത്? ഇന്നലെ ചെയ്ത അവസരങ്ങൾ, മേഖല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ട് നമ്മൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുതിയ മേഖലകളിലേക്ക് നമ്മൾ പുതിയ അവസരങ്ങളെ തേടി പോകേണ്ടതുണ്ട്. അപ്പോൾ എവിടെയാണ് അവസരങ്ങളിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ എക്കോണമിയെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മേഖലകൾ തളർച്ചയിലേക്കും കുറേയധികം മേഖലകൾ ഉയർച്ചയിലേക്കും വന്നിരിക്കുന്നു. അപ്പൊ ആ ഉയർച്ചയിലേക്ക് വന്നിരിക്കുന്ന മേഖലകളിലാണ് ഇനി നമ്മൾ തൊഴിലിനെ അന്വേഷിക്കേണ്ടത്. കാരണം ഇതുവരെ നമ്മൾ ചെയ്ത പല മേഖലകളിലും തളർച്ചയുടെ മേഖലകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ എന്നെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് എന്റെ മുന്നിൽ, എന്റെ സ്ക്രീനിലുള്ളതെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ചില എക്സാമ്പിളുകൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊക്കെ മേഖലകളാണ് ആഫ്റ്റർ കോവിഡിന് ശേഷം ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ചില മേഖലകളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. കോവിഡിന് ശേഷം ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് വെൽനസിൽ ഉണ്ടായ വളർച്ച എന്ന് പറയുന്നത് അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ആശുപത്രികളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സമ്പാദ്യം മൊത്തം കളയുന്നതിനേക്കാൾ ഉപരി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ നമ്മുടെ ഹെൽത്തിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയി മാറിയിരിക്കുന്നു വെൽനസ് ഇൻഡസ്ട്രി എന്ന്. ലോകത്ത് ഏറ്റവും ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് കോവിഡിന് ശേഷം നമ്മുടെ മുന്നിൽ നമുക്ക് ഏറ്റവും തെളിവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റമാണ്. ആരോഗ്യത്തെ കുറിച്ച് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കോസ്മെറ്റിക് മേഖല ഇപ്പോൾ അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മളെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്, പ്രത്യേകിച്ച് FSCG മാർക്കിൽ അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കോസ്മെറ്റിക് വിപണി എന്ന് പറയുന്നത്. അതോടൊപ്പം അതിശക്തമായിട്ട് വളരുന്ന മറ്റൊരു മേഖലയാണ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അതിശക്തമായിട്ട് വളരാൻ പോകുന്ന ഒരു മേഖലയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് പേഴ്സണൽ ഹൈജീനിക്കും ഹോം കെയർ പ്രൊഡക്റ്റുകളുടെയൊക്കെ വലിയൊരു മാർക്കറ്റ് തുറന്നിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ പല ആളുകളും കോവിഡിന് ശേഷമാണ് സാനിറ്റൈസറുകളും ഹാൻഡ് വാഷുകളും പോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള വിപണിയായി മാറിയിരിക്കുകയാണ് ഈ മേഖലകളൊക്കെ. അപ്പൊ നമുക്ക് ഹോം കെയർ ആൻഡ് ഹൈജീനിക് പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാർക്കറ്റാണ് ഈ പറഞ്ഞൊരു മാർക്കറ്റ്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച AI എന്ന് പറയുന്നത്, ഇത് വിവേകത്തോടെ ഉപയോഗിക്കുന്നവരെ എല്ലാ മേഖലയിലും വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഒരു സാധാരണക്കാരൻ അവന്റെ ലിമിറ്റേഷനെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു മേഖലയായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് വരുന്നൊരു
ഒരു ഇതായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ AI പോലെ തന്നെ നമുക്കറിയാം ഇ-കൊമേഴ്സ് അല്ലെ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടന്റ് നമുക്ക് ഇന്ന് എല്ലാം ഓൺലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകം എല്ലാം ഒരു പടക്കയിലാക്കാൻ പ്രധാന പങ്കുവച്ചിരിക്കുന്ന ഒരു മീഡിയ ആണ് ഓൺലൈൻ എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മേഖല. അപ്പൊ അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലകളെല്ലാം നമുക്ക് ഒരു കൊടക്കീഴിൽ തന്നെ ലഭിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറ്റാതെ ഉണ്ടാകാം. കാരണം ഈ മേഖലകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ട് നൂറിലധികം രാജ്യങ്ങളിൽ ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പക്ഷെങ്കിൽ നമുക്കറിയാം നിലവിലുണ്ടായിരുന്ന കച്ചവട രീതികൾക്കെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇടനിലക്കാരെയും പരസ്യക്കാരെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമ്മളിൽ നിന്ന് കൺസ്യൂമർ ടു കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റുകളെ എത്തിക്കുന്ന ഇതിന്റെ ലാഭം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇതിന്റെ കൺസ്യൂമർ ടു കൺസ്യൂമറിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മേഖലയാണ് എന്നും പ്രത്യേകിച്ച് വെൽനസ് ഇൻഡസ്ട്രിയുടെ അതിശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി കൂടിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച $1 ട്രില്യൺ ഇൻഡസ്ട്രിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ മേഖലയെ നിയമം മൂലം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയും അതിന്റെ ചുവട് പിടിച്ച സംസ്ഥാന സർക്കാരുകൾ ഇന്ന് ഈ മേഖലയിലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരു മേഖല എന്ന രീതിയിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ ഈ മേഖല അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മേഖലയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഏതാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും നല്ലൊരു കമ്പനി എന്നുള്ളത്. വളരെ യൂണിക് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കമ്പനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന റീപർച്ചേസബിൾ, അതായത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റീപർച്ചേസബിൾ പ്രൊഡക്റ്റ് ഉള്ള അതോടൊപ്പം തന്നെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയിട്ടും ഇന്ത്യയിൽ ഉടനീളം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സൗകര്യമുള്ള നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉള്ള ഈ ഒരു ബിസിനസിനെയും ഈ കമ്പനീനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലുള്ള ആളുകളെ ഇന്ന് അതിശക്തമായിട്ടുള്ള ബിസിനസ്സുകാരാക്കി മാറ്റാൻ വേണ്ടി ഹാർവർഡ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന സ്വന്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റിയുള്ള ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾക്കുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ആൻഡ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലും ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ ട്രേഡ് യൂണിയനുകളുടെ സപ്പോർട്ടും കൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ സ്കിൽ ഇന്ത്യ നമുക്കറിയാം, നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്കിൽ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ആ ഒരു കമ്പനിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ അഭിമാനത്തോടു കൂടി എക്സൈറ്റ്മെന്റോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് only one and only MI Lifestyle എന്ന് പറയുന്നത്. ഈ കമ്പനിയെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി പറയാം, സക്സസ്ഫുൾ ആയിട്ടുള്ള 10ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ കമ്പനി ലോകം മൊത്തം ബിസിനസ് എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുമാനം നൽകുന്ന ഒരു കമ്പനി, ഏറ്റവും ഈ കമ്പനിയോടൊപ്പം മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ലോകോത്തര നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന, ഒരുപക്ഷെ 25ലധികം ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പകരം വെക്കാനില്ലാത്ത ഒരേ ഒരു കമ്പനി. ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്, കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്, കേരളത്തിൽ കൊച്ചിയിലാണ് ഇതിന്റെ റീജിയണൽ ഓഫീസ്. എല്ലാ സ്റ്റേറ്റുകളിലും ഇതിന്റെ റീജിയണൽ ഓഫീസുകൾ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഡീറ്റെയിലിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ വളരെ ചുരുക്കി പറയാം, ഇന്ന് ഇന്ത്യൻ ആയുർവേദത്തിൽ പകരം വെക്കാനില്ലാത്ത സയന്റിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ DB അനന്തനാരായണ സാറിനെ പോലെയുള്ള ചീഫ് സയന്റിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ 40ലധികം സയന്റിസ്റ്റുകൾ ഒത്തുചേർന്നുകൊണ്ടാണ് ലോകോത്തര നിലവാരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഇന്ത്യൻ കമ്പനി ലോകം മൊത്തം എത്തിക്കുന്നത്. അപ്പൊ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രീമിയം ബ്രാൻഡുകൾ എന്നും പരിചയപ്പെടാം. ഈ കമ്പനി പരിചയപ്പെടുത്തുന്ന സൂപ്പർ ബ്രാൻഡാണ് എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ ആൻഡ് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന
ചെയ്യുന്ന സൂപ്പർ ബ്രാൻഡ്സ്, അതോടൊപ്പം തന്നെ നമുക്ക് ആശാർ, MI ഹോം, ന്യൂ സ്റ്റാർ, MI ഡിജി വേൾഡ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾക്കും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിശാലമായിട്ടുള്ള പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ പ്രൊഡക്റ്റ് റേഞ്ച് തന്നെ ഈ കമ്പനി നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സർട്ടിഫിക്കേഷനുള്ള ഒരുപക്ഷെ ലോകത്തുള്ള ഓരോ കാറ്റഗറിയിലും അതിൻ്റെതായിട്ടുള്ള ടോപ്പ് മോസ്റ്റ് സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഇന്ന് ടി റിസർച്ച് അസോസിയേഷന്റെ അസോസിയേറ്റ് മെമ്പർ ആണ്. അതോടൊപ്പം ഒരുപാട് സർട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന സർട്ടിഫിക്കേഷനാണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകൾ. ഈ പ്രൊഡക്റ്റ് ലോകോത്തര നിലവാരമുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡാറ്റ സെല്ലിംഗ് കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ കമ്പനി ഒരുപാട് റേഞ്ചിലുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ആദ്യം നിങ്ങളോട് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഹോം കെയർ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ വീടിനെ ശുചീകരിക്കാൻ വേണ്ടി നമ്മളായിരിക്കും നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, നമ്മൾ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സ് സ്പ്രേറ്റ്, പാത്രം കഴുകാൻ വേണ്ടി ഡിഷ് വാഷ്, അങ്ങനെയുള്ള കുറേയധികം ഹോം കെയർ കാറ്റഗറിയിൽ കുറേയധികം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണൽ കെയർ കാറ്റഗറിയിൽ ഒരുപാട് പ്രൊഡക്റ്റ് പല ബ്രാൻഡുകളിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടൂത്ത് പേസ്റ്റ്, ഹെർബൽ ടൂത്ത് പേസ്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഷേവിംഗ് ജെല്ലുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡാൻഡ്രഫ് ഷാമ്പുകള്, ഫേസ് വാഷുകൾ, ഫെയർനെസ് ക്രീമുകൾ, സോപ്പുകൾ, ബോഡി ലോഷൻസ്, ബോഡി ക്രീമുകൾ, ഹെയർ ഓയിലുകൾ, മറ്റ് ക്രീമുകൾ, സോപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് പേഴ്സണൽ കെയർ കാറ്റഗറിയിൽ നമ്മൾ ഇപ്പൊ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെർഫ്യൂം ഐറ്റംസ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സ്പീഡിലാണ് പറയുന്നത്, കാരണം ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒരുപാട് സമയം എടുത്ത് തന്നെ നമുക്ക് പറയാനുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ പ്രൊഡക്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാനുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ടീ ഐറ്റംസ് നമുക്ക് വേണ്ടിയിട്ട് കമ്പനി വിവിധ ഫ്ലേവറുകളും വിവിധ കാറ്റഗറിയിലുമുള്ള ടീ ഐറ്റംസ് കമ്പനി നമുക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഡ്രിങ്കുകൾ നമുക്ക് വേണ്ടിയിട്ട് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാതെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റന്റ് ഡ്രിങ്ക്സ് നമുക്ക് വേണ്ടി കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഇന്ന് വെൽനസ് മേഖലയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് കൂടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, കഫ്നിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റും തപസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതോടൊപ്പം തന്നെ നോവേദന ജെൽ എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ നോവേദന ക്യാപ്സൂൾ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന പേശീവേദനകൾക്ക് വേണ്ടി വയ്ക്കാം. വൂണ്ട് ഹീൽ എന്ന് പറയുന്നത് നമ്മുടെ മുറിവുകളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ലിബാഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. അത് നമ്മുടെ ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ സംബന്ധമായിട്ടുള്ള നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ചാമ്പിൻ എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള മസാജിങ് ഓയിലാണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. വുമൺ കമ്പാനിയൻ എന്ന് പറയുന്നത്, സൈക്ലോബ എന്ന് പറയുന്നത് സ്ത്രീകളുടെ പീരിയഡ്സുമായി സംബന്ധിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഡൈജഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപക്ഷെ ജങ്ക് ഫുഡുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന നമുക്ക് നമ്മുടെ ഡൈജഷൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തൈ ഹെൽത്ത് എന്ന് പറയുന്ന തൈറോയിഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നാറ്റ്സിയം എന്ന് പറയുന്ന നാച്ചുറൽ കാൽസ്യം സപ്ലിമെന്റ് ആണ്. ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്ന ഡിറ്റോക്സിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. വെൽ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഫൈട്രസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബിലോ 37 എന്നുള്ളത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പനിക്ക് പാരസെറ്റമോളിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള, അപ്പൊ ഇൻഡസ്ട്രീനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ മാൻശക്തിമാൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന, അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ നമുക്ക് എനർജി, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളുടെ ഒക്കെ ഉപയോഗം മൂലം കണ്ണിനുണ്ടാവുന്ന സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുപോലെ നമുക്ക് ആരോഗ്യം നമ്മുടെ പാദം വിട്ടുകീറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. റോളാൻ ഇൻഹേലർ എന്ന് പറയുന്നത് ആയുർവേദിക് ആയിട്ടുള്ള ഇൻഹേലർ ആണ്. മെൽറ്റ് ഫാറ്റ്, നമ്മുടെ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയറിൽ നമുക്ക് മറ്റു വളരെ പ്രധാനപ്പെട്ട ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അതാണ് നമുക്ക് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്
അപ്പൊ ഒരുപക്ഷെ ഇന്ത്യയിലെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എലമെന്റ്സ് ബ്രാൻഡിൽ വരുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അതോടൊപ്പം കവചപ്രാശം എന്ന് പറയുന്നതിലേക്കും നമുക്ക് ആയുഷ് പ്രീമിയം കിട്ടിയിരിക്കുന്ന ഏക കവചപ്രാശമാണെന്ന് നമുക്ക് പറയുമ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് ന്യൂട്രിലൈഫ്. 3 ഫ്ലേവറുകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡൈബ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് ലോകത്തെ തന്നെ പേറ്റന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പ്രമേഹ രോഗികളുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനും അവർക്ക് വളരെ നല്ല രീതിയിൽ റിലീഫ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വേൾഡിലെ തന്നെ നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് ON ഡൈബ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അതോടൊപ്പം സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂപ്പർ ഫുഡ് കാറ്റഗറി പ്രസിദ്ധീകരിക്കുന്ന ഫുഡാണ്. നമുക്ക് ഈ സ്പിരുലിന ഗോൾഡ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇതൊരു ക്യാപ്സൂൾ ഫുഡാണ്. നമുക്കൊരു നേരത്തെ ഫുഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്സൂൾ ഫുഡാണ്. അതോടൊപ്പം 95 നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റാണ് 95 എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് ഡ്രിങ്ക്. ഒരുപാട് ബെർപ്പടങ്ങളുടെ അസ്ട്രാക്റ്റിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ 95 എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് ഡ്രിങ്കുകളിൽ ഒന്നാണെന്നാണ് അമേരിക്കയിലെ ബ്രൗൺസ്വിക് ലാബ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത്രയും മികച്ച പ്രൊഡക്റ്റുകളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യ സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള IOSR സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് വേണ്ടി നമ്മുടെ കമ്പനി ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നമുക്ക് വേണ്ടി അണിയിച്ചിരിക്കട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കാലഘട്ടം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ് MIDG വേൾഡ് എന്ന് പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം കമ്പനി നമുക്ക് വേണ്ടി ഒരുപക്ഷെ ഈ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോകത്തിന് മുന്നിലേക്ക് തന്നെ MI ലൈഫ്സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ മഹത്തായ കമ്പനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ വലിയ രീതിയിലേക്ക് കുതിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം നമ്മുടെ ഈ ബിസിനസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് MI കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് വേണ്ടി തന്നെ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം എനിക്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോട് എടുത്ത് പറയാനുള്ള അത്രയും പ്രൊഡക്റ്റുകളുണ്ട്. അത് പക്ഷേ അത് ഈ ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് സംശയമുണ്ട്. നിങ്ങളെ ആരാണോ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ആ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വന്നിരിക്കുന്ന ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനകത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. അതൊരു വീക്ക്ലി പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഇൻകം കിട്ടുന്നുണ്ട്. റാങ്കിങ്ങുകൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഓവർ ID ബോണസ് അങ്ങനെ ഒരുപാട് ഇൻകങ്ങൾ നമുക്ക് ഈ ബിസിനസ് കമ്പനിയിലൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഫോറിൻ ട്രിപ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഈ കമ്പനിയോട് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ഈ കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളെ കമ്പനി വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോവുകയും ഒരുപാട് ആളുകൾ അത് ഫ്രീ ഓഫ് കോസ്റ്റ് 1 രൂപ പോലും ചെലവില്ലാതെ ഒരുപാട് ആളുകളെ കമ്പനി ഇന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിനകത്ത് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ കാലശേഷം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അവകാശിക്ക് നമുക്ക് കൈമാറാനുള്ള വലിയൊരു അവസരം നമ്മുടെ ഈ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ നോമിനേഷൻ ഫെസിലിറ്റി തന്നെയാണ്. കാരണം എന്റെയും നിങ്ങളുടെയും ഒക്കെ ലൈഫിൽ ഗ്യാരണ്ടി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ബിസിനസ് എന്ന് പറയുന്നത് നാളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൈമാറാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പനി നമുക്ക് ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ആശുപത്രി ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി കമ്പനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന രീതിയിൽ നമ്മള് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആരാണോ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവരുടെ സഹായത്തോടു കൂടി ഒരു ID രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേര് അഡ്രസ് കൊടുത്ത് ഒരു ID രജിസ്റ്റർ ചെയ്യുക. കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി ഒരു ID രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊരു യൂണിക് ID ലഭിക്കും. ഈ യൂണിക് ID ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സൂചിപ്പിച്ച 7ഓളം ബ്രാഞ്ചുകളിലായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റുകൾ
നിങ്ങൾക്ക് ഉപയോഗിക്കാനോ നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ബിസിനസിന്റെ പാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫീൽ എന്താണോ ആ ഫീലും റിസൾട്ടും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഷെയർ ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊരു ബിസിനസ് ആക്കി നമുക്ക് ചെയ്യാനും പറ്റും. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്നാമത് നമുക്ക് ലഭിക്കുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഏത് ബ്രാൻഡിലായിട്ട് ലഭിക്കുന്ന ഈ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ, ഇനി കമ്പനിയുടെ പൈപ്പ് ലൈനിൽ കിടക്കുന്ന പ്രൊഡക്റ്റുകൾ, ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിച്ചു ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ്. അത് 10% തൊട്ട് 40% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാം. അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കമ്പനി ഇതിന് ബിസിനസ് ആയി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾക്കും അതിന് ബിസിനസ് ബോഡിയും നമുക്ക് വേണ്ടി അലോക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ MI ഡിജിറ്റൽ ഇന്ത്യ ഗ്രോ കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 75%, മറ്റ് കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റുകൾക്ക് 35% ബിസിനസ് ബോഡിയായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ്സിലൂടെ ഒരു ടേൺ ഓവർ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് അല്ലെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർ വാങ്ങിച്ചു ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു കമ്മീഷൻ നമ്മളിലേക്ക് വരും. അത് നമുക്ക് 2 ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് കമ്പനി ഓർഗനൈസേഷൻ എന്നാണ് അതിന് വിളിക്കുക. നമുക്ക് 2 ബിസിനസ് ടീമിനെ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ 1 ഒരു ബിസിനസ് ടീമിനെ, ഓർഗനൈസേഷൻ 2 ഒരു ബിസിനസ് ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് നമുക്ക് ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഓർഗനൈസേഷൻ 1 ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉദാഹരണത്തിനായിട്ട് അവർ 10,000 ബിസിനസ് ബോഡിയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ 2 ബിസിനസ് ടീമും അവർക്ക് ഉപയോഗിക്കാനും മറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്താനോ റെക്കമെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു 10,000 ബിസിനസ് ബോഡിയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി നോക്കുക, ഓരോ ആഴ്ചയിൽ നടന്ന ബിസിനസ് ബോഡിന്റെ 12% സെയിൽസ് ടേൺ ഓവർ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് തരാമെന്നാണ് കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് കച്ചവടം നടന്നു കഴിയുമ്പോൾ കമ്പനിയെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ കമ്പനിയെ നമ്മൾ സഹായിച്ചു കഴിയുമ്പോൾ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന ആ എമൗണ്ട് അത് അവർക്ക് നൽകാതെ ആ പണി നമ്മൾ ചെയ്തുകൊണ്ട് ആ ഒരു 12% നമുക്ക് കമ്മീഷനായിട്ട് നമുക്ക് തരാമെന്നാണ് കമ്പനി പറയുന്നത്. മാച്ച് ചെയ്ത ബിസിനസിന്റെ 12%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 2 ഓർഗനൈസേഷൻ 1 10,000 ബിസിനസ് ബോഡിയുടെ കച്ചവടവും ഓർഗനൈസേഷൻ 2 ഒരു 10,000 ബിസിനസ് ബോഡിയുടെ കച്ചവടവും നടന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു 12% മാച്ചിങ് ഫിഗർ 10,000 ബിസിനസ് വോളിയത്തിന്റെ മാച്ചിങ് ഫിഗർ ആയിട്ടുള്ള 12% 1,200 രൂപ ആ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരികയാണ്. കാരണം അത് ആ ഒരു കമ്പനിനെ ഇവിടെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിന് സഹായിച്ച വ്യക്തി ഞാനായതുകൊണ്ട്, ആ കമ്മീഷൻ ഞാൻ അർഹതപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് എനിക്കത് അയച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രൊഡക്റ്റുകളുടെ യൂസേജ് കൂടാൻ പുതിയ ആളുകൾ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യാം. ചില ആളുകൾ വീണ്ടും ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ റിട്ടെയിൽ ചെയ്യാനായിട്ടോ പുതിയ ആളുകൾ ബിസിനസ് കടന്നു വന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കച്ചവടം ഓട്ടോമാറ്റിക്കായിട്ട് കൂടോ. 20,000 ബിസിനസ് ബോഡിയാണ് സംഭവിക്കുന്നെങ്കിൽ കമ്പനി നമ്മളോട് പറഞ്ഞ പ്രകാരം 12% 2,400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇനി സ്വാഭാവികമായിട്ട് നമ്മളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യും നമ്മളോടൊപ്പം വന്നിരിക്കുന്നവർക്ക് നമുക്ക് കിട്ടി ഇതേ സെയിം ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അവരും നമ്മളെ പോലെ ബിസിനസ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങും. നമ്മുടെ ബിസിനസ് ബോഡിയും ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഒരാഴ്ചയിൽ 1 ലക്ഷം ബിസിനസ് ബോഡിയും ചിലപ്പോൾ മറ്റേ ബിസിനസ് ടീമിൽ നമ്മുടെ ഓർഗനൈസേഷൻ 2 2 ലക്ഷം ബിസിനസ് ബോഡിയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാച്ചിങ് ബിസിനസ് ബോഡിയത്തിന്റെ 12% നമുക്ക് തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് ഇവിടെ 1 ലക്ഷം ബിസിനസ് ബോഡി ഓർഗനൈസേഷൻ 1 1 ലക്ഷം ബിസിനസ് ബോഡിയും ഓർഗനൈസേഷൻ 2 2 ലക്ഷം ബിസിനസ് ബോഡിയും മാച്ചിങ് ബിസിനസ് ബോഡിയത്തിന്റെ 12% അതായത് 1 ലക്ഷത്തിന്റെ 12% 12,000 രൂപ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി തരികയാണ്. അപ്പൊ ബാക്കി വരുന്ന ആ 1 ലക്ഷം ബിസിനസ് ബോഡിയും എന്റെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ബിസിനസ് ബോഡിയായിട്ട് കമ്പനി കരുതി അത് എന്റെ അടുത്ത ആഴ്ചത്തെ ബിസിനസ് ബോഡിന്റെ കാറ്റഗറിയിലേക്ക് കമ്പനി അതിനെ മാറ്റിവെക്കും. അതിന് ക്യാരി ഫോർവേഡ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ നമ്മൾ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 5 ലക്ഷം ബിസിനസ് ബോഡിയും ഒരു ഓർഗനൈസേഷൻ 4 ലക്ഷം ബിസിനസ് ബോഡിയും. ബിസിനസ് എപ്പോഴും കൂടിയും കുറഞ്ഞൊക്കെയാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ട് റൗണ്ട് ഫിഗർ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനും കേൾക്കാനും എളുപ്പമുള്ളതുകൊണ്ട് മാത്രമാണ് ആ റൗണ്ട് ഫിഗർ പറയുന്നത്. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് റൗണ്ട്
ഫിഗർ വരണമെന്ന് കമ്പനി വെച്ചിട്ടില്ല. എത്രയാണോ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന BB, ആ BBയുടെ 12% ആണ് നമുക്ക് ഇവിടെ കമ്മീഷൻ ആയിട്ട് ഇരുന്നത്. അപ്പൊ കച്ചവടം ആകുമ്പോൾ എപ്പോഴും കൂടിയും കുറഞ്ഞൊക്കെ തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ കച്ചവടം കൂടുതലുള്ളപ്പോൾ മറ്റു ഓർഗനൈസേഷൻ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ അടുത്ത ആഴ്ച ആ ഓർഗനൈസേഷൻ കൂടുതലായിരിക്കും. അപ്പൊ കമ്പനി നോക്കുന്ന 2 ഓർഗനൈസേഷനിൽ ഗ്രോസ് ബിസിനസ് വോളിയം. അപ്പൊ 2 ഓർഗനൈസേഷനിൽ പുതിയ എത്ര ബിസിനസ് വോളിയം വന്നിട്ടുണ്ട്, പഴയ ബിസിനസ് വോളിയം എത്രയുണ്ട് നോക്കൂ. ഇതിന്റെ ഗ്രോസ് ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ട് ആ മാച്ച് ചെയ്തതിന് 12%. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർഗനൈസേഷൻ 1-ൽ 5 ലക്ഷവും ഓർഗനൈസേഷൻ 2-ൽ 4 ലക്ഷമാണ്. ആ പഴയ 1 ലക്ഷം കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് 5 ലക്ഷം ബിസിനസ് വോളിയമായിട്ട് കമ്പനി പരിഗണിച്ച് ആ ആഴ്ചയിൽ 60,000 ബിസിനസ് വോളിയം നമുക്ക് നൽകുന്നതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ടീമുകൾ വലുതാവും, പല ഏരിയകൾ നമുക്ക് ബിസിനസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വരും. റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരും സെൽഫ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വലിയ വലിയ ബിസിനസ് ടീം വരുന്ന സമയത്ത് ആഴ്ചയിൽ 10 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്ന സമയത്ത് ആ ആഴ്ച നമുക്ക് 1,20,000 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ അനന്തമായിട്ട് കടന്നു പോകുകയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം കമ്പനി ഇവിടെ തരുന്നത് മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടിയും പരസ്യത്തിന് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ട് ആണ് എനിക്കും നിങ്ങൾക്കൊക്കെ കമ്പനി ഇവിടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച വീക്കിലി ഇൻകം കമ്പനി നൽകാൻ വേണ്ടി പരമാവധി 17.5 ലക്ഷം ബിസിനസ് വോളിയം വരെയുള്ളതാണ് മാർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്നത്. അതായത് ഒരാഴ്ച പരമാവധി നമുക്ക് തരുന്നതാണ് 2,10,000 രൂപ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ 1-ൽ 17 ലക്ഷവും ഓർഗനൈസേഷൻ 2-ൽ 17 ലക്ഷം ബിസിനസ് വോളിയം മാർച്ച് ചെയ്യുന്ന സമയത്ത് ആഴ്ച നമുക്ക് പരമാവധി ലഭിക്കുന്നതാണ് 2,10,000 രൂപ. ഇങ്ങനെ 4 ആഴ്ചയിലൂടെ 8,40,000 രൂപ വരെ വാങ്ങാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇന്ന് കേട്ടിരിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാറുന്ന കാലഘട്ടത്തിൽ മാറ്റങ്ങൾക്ക് മുന്നേ ഇനി വരാൻ പോകുന്ന വലിയൊരു മേഖല, ഇനി ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുടെ ജീവിത നിലവാരം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ നിങ്ങളുടെ മറുപടി യെസ് ആണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സൺ ഇന്റർനാഷണൽ ടീമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ചേർന്നില്ല. റൈറ്റ് ആയിട്ടുള്ള സമയത്ത് റൈറ്റ് ആയിട്ടുള്ള അവസരം നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് എത്താം. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സൂചിപ്പിച്ചു, ഞാൻ ഒരു ഇലക്ട്രോണിക്സ് മേഖലയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ തൊട്ട് മുന്നിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ആഴ്ചയിൽ 2,10,000 ഒരു സാധ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഈ ഒരു എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുക മാത്രമല്ല എന്നോടൊപ്പം ഒരുപാട് പേരുടെ അക്കൗണ്ടിലേക്ക് അത് വാങ്ങിച്ച് നൽകാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഈ ബിസിനസ്സിലൂടെ കടന്നു വന്നിരിക്കുമ്പോൾ ഒരുപാട് എന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ, എന്റെ കാഴ്ചപ്പാടിലുണ്ടായി. ഈ ലോകത്തോടുള്ള എന്റെ കാഴ്ചപ്പാട് ഒരു പക്ഷെങ്കിൽ ആരും അറിയാതെ ചെറുപുഴയുടെ മൂലയ്ക്ക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തി ഇന്ന് ലോകം മൊത്തമുള്ള 10,000-കണക്കിന് മുകളിൽ ആളുകളുടെ മുന്നിലേക്ക് ഈ അവസരങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. ഇങ്ങനെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ അവസരം എനിക്ക് തന്ന സർവീസിനോടും ഈ അവസരം എന്റെ കൈകളിൽ എത്തിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എന്നെ ഈ ബിസിനസ്സിലെ കൈപിടിച്ച് നടത്തിയിരിക്കുന്ന എന്റെ ഗുരുനാഥന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ അവസരം എനിക്ക് തന്നു. ഇന്നിവിടെ ഈ സെൻട്രൽ ഗവൺമെന്റ് ലെവലിൽ ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരിക്കുന്ന ഈ ഇവിടെയുള്ള എല്ലാവർക്കും എന്റെ സ്ഥിതി ഞാൻ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷം വിനോദ് സാർ. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലായോ ഇല്ലെന്ന് അറിയത്തില്ല, കാരണം ഞാൻ ഒരുപാട് സമയം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന സെഷനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലായി പോയി എന്നുള്ളത് എനിക്കറിയാം. പക്ഷെങ്കിൽ സാർ എനിക്ക് മറ്റൊരു അവസരം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. വളരെ മനോഹരമായി. ഒരു പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ഒരു പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പല ആളുകൾക്കും വലിയ ടാസ്ക് ആണ്. പക്ഷെ മിഥുൻ സാർ അത് വളരെ മനോഹരമായി എത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു തരാൻ വേണ്ടി മിഥുൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എന്താണ് ഈ ബിസിനസ് എന്ന് ആലോചിക്കുന്ന പല ആളുകൾ ഒരു പക്ഷെ ഇന്ന് ഈ ലിങ്കിൽ ഈ ഓൺലൈൻ GTSലേക്ക് പുതിയതായി കടന്നു വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. ആ ആളുകൾക്കൊക്കെ ഒരു ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഓൺലൈൻ GTSൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ
എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനങ്ങൾ കിട്ടുന്നത് തുടങ്ങി ഒരുപാട് ആശങ്കകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ അദ്ദേഹം നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊന്നുമല്ല, ഇനി നമുക്ക് വരാൻ പോകുന്നത് കൺക്ലൂഡിംഗ് സെഷൻ ആണ്. നമുക്കറിയാം പക്ഷേ ഒരു കൺക്ലൂഡിംഗ് സെഷൻ എന്ന് പറയുമ്പോൾ കേവലം ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്നത് പോലെയല്ല. ഇന്നൊരു പക്ഷേ ഓൺലൈൻ GTS-ൽ നമുക്കൊരു പൂരം സമ്മാനിച്ചു തരാൻ പോകുന്ന ഒരു സെഷനാണ്. ഒരു പക്ഷേ സൺ ഇന്റർനാഷണൽ ടീമിന്റെ ചരിത്രത്തിൽ, ഡയറക്ട് സെല്ലിംഗിന്റെ ചരിത്രത്തിൽ ഒരു സംഭവമായി മാറാൻ പോകുന്ന ഒരു നിമിഷമാണ്, ഒരു ചരിത്രമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവത്തിൽ മറ്റാരുമല്ല, ഒരു പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആധാരമായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പക്ഷെങ്കിൽ ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് 20 വർഷത്തിനപ്പുറത്തേക്ക് ഞാൻ എന്താകണമെന്ന് അന്ന് മുതൽ നിശ്ചയിച്ച ഇന്ന് നമ്മളെയൊക്കെ ഇത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെയൊക്കെ മെന്ററായി നിന്നുകൊണ്ട് നമ്മുടെ SIT എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വയനാടിന്റെ മണ്ണിൽ നിന്ന് ഒരു ടാക്സി ഓടിച്ച് നടന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ന് അദ്ദേഹം ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്നും അദ്ദേഹം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിന്റെ പൊസിഷൻ ഒന്ന് മാറി, ആ വണ്ടി ഒന്ന് മാറി, BMW-യും ബെൻസും തുടങ്ങി പല ലക്ഷൂറിയസ് വാഹനങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു ടാക്സി ഡ്രൈവറിൽ നിന്നും അദ്ദേഹം ഇന്ന് കേരളമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. ഒരു ഡയറക്ട് സെല്ലിംഗിന്റെ വലിപ്പം എന്താണ് എന്ന്, ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുവെന്ന് ഒരു 10 വർഷം മുൻപേ അതിനെ ലക്ഷ്യം കണ്ട് അതിലേക്ക് അദ്ദേഹം വണ്ടി ഓടിച്ചെത്തി ഇന്ന് നമ്മളെ പോലുള്ള ആയിരക്കണക്കിന് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം. വയനാടിൽ നിന്നും ചുരം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റ പ്രതീക്ഷ ഉണ്ടായിട്ടുള്ളൂ, ഭാവിയിൽ ജീവിക്കുക, എന്റെ ലൈഫാണ് മുന്നിൽ എന്നുള്ളതാണ്. ആ ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെയൊക്കെ ഇത്രത്തോളം പഠിപ്പിച്ച് SIT-യുടെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മളെ മെന്ററും മോട്ടിവേറ്ററുമായിട്ടുള്ള സൺ ഇന്റർനാഷണൽ ടീമിന്റെ അമരക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട ഗ്രേറ്റ് ITC എമറാൾഡ് പ്രിയപ്പെട്ട പ്രസാദ് സാറാണ് ഇന്ന് കൺക്ലൂഡിംഗ് സെഷൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നത്. സ്നേഹപൂർവ്വം ഈ ഓൺലൈൻ GTS-ലേക്ക് പ്രസാദ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സാറിനെ നേരിൽ കാണുമ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒരുപക്ഷെ സാറ് ഓൺലൈൻ GTS-ൽ അദ്ദേഹത്തിന് സാറിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വന്ന വഴികളൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാർ MS പ്രസാദ് എന്ന് പറയുന്ന ഒരു പേരിൽ നിന്നും സാർ ഇന്ന് കാണുന്നത് MSP എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടഡ് കോമയിലേക്ക് എത്തിപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് സാർ മാറിയിരിക്കുന്നു. സാർ ഇത് എങ്ങനെയാണ് സാധിച്ചത്? സാർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. MS പ്രസാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി MSP എന്ന് പറഞ്ഞൊരു ഇൻവേർട്ടർ കോമയിലേക്ക് സ്വയമായതല്ല. അത് എന്നോടൊപ്പമുള്ള ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്ന, ഒരുപക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എന്നോടൊപ്പമുള്ള അനേകായിരം ആളുകളാണ് MSP എന്നൊരു ഇൻവേർട്ടർ കോമ ഉണ്ടാക്കിയത്. ഒരിക്കലും അത് ഞാനായിട്ട് വന്നതല്ല. അതിന് ഞാൻ പറയുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ഇൻഫ്ലുവൻസ്. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തി അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന് അനേകായിരം ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമാകുമ്പോൾ ഒരുപക്ഷെ അനേകായിരം ആളുകൾക്ക് നമ്മളോട് തോന്നിയ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് എന്നല്ലാതെ അതിന് കൂടുതലൊന്നും പറയാൻ മറ്റൊന്നുകൂടി സാറിനോട് സമയം ഞാൻ അധികം സമയം എടുക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം കൂടി. സാറ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ്, ഒരു പക്ഷെ അതിന്റെ ഒരു 100 ഇരട്ടി വലിപ്പത്തിലേക്ക് ആ ആറ്റിറ്റ്യൂഡ് വളർന്നിരുന്നു. അന്നും ഇന്നും ഒരേ ആറ്റിറ്റ്യൂഡ് നിലനിർത്തിക്കൊണ്ട് ഈ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സാറിന് എങ്ങനെയാണ് സാധിക്കുന്നത്? പ്ലീസ്. അതിന് വേറെ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഒരുപക്ഷെ ഞാനും എന്നോടൊപ്പം ആദ്യം കടന്നു വന്ന ആളുകളൊക്കെ ലൈഫിൽ വലിയ അച്ചീവ്മെന്റിൽ നിൽക്കുമ്പോഴും നമ്മളോടൊപ്പം കടന്നു വന്ന അനേകായിരം ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയായി, ഒരു വിശ്വാസമായി MLS-യും SIT-യും കാണുമ്പോൾ ഈ ടീമിന്റെ ഞാൻ എന്നല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ലീഡേഴ്സ് ഞങ്ങൾ അന്നത്തേക്കാൾ ആവേശത്തോടു കൂടിയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ അച്ചീവ്മെന്റിനേക്കാൾ നമ്മളോടൊപ്പം കടന്നു വരുന്ന ഓരോരുത്തരുടെ അച്ചീവ്മെന്റും വലുതായി കാണുന്നു എന്നുള്ളത് മാത്രം. താങ്ക് യു സർ, താങ്ക് യു. കൂടുതൽ സമയം പ്രസാദ് സാറിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും നമ്മളൊക്കെ പ്രതീക്ഷിക്കും. ഒരുപാട് ഉത്തരങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തിനെ ഭാവിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരുപാട് വാക്കുകളും അർത്ഥങ്ങളും ഒക്കെയാണ് പ്രസാദ് സാർ നമുക്ക് സമ്മാനിക്കാറുള്ളത്. ഇനി എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓൺലൈൻ GTS-ൽ കയറിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും അത് ലഭ്യമാകുമെന്ന് 100% ഉറച്ച വിശ്വാസത്തോടുകൂടി സാറിനെ ഈ കൺക്ലൂഡിംഗ് സെഷൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം സമാപിക്കുകയാണ്. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്, ജയ് മൈലാഷ്. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് MS പ്രസാദ്. സ്വദേശം യഥാർത്ഥത്തിൽ വയനാടാണ്. കഴിഞ്ഞ ഒരു 9 വർഷമായി MLS മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ 1 കമ്പനിയോടൊപ്പം ടീം സൺ ഇന്റർനാഷണലോടൊപ്പം വളരെ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് 9 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. തീർച്ചയായും ഇന്ന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരുപക്ഷെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ആദ്യമായിട്ടാണ്
ഒരു ഓൺലൈൻ സ്റ്റുഡിയോ ലൈവ് പ്രസന്റേഷൻ. ഒരുപക്ഷെ അത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപക്ഷെ വളരെ നൂതനമായിട്ടുള്ള ഒരു ആശയമാണ്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് സൺ ഇന്റർനാഷണൽ ടീമിന്റെ ഏറ്റവും കരുത്തനായ ലീഡർ മിസ്റ്റർ സോമകുമാർ സാറും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ടീമുമാണ്. ആദ്യമേ തന്നെ ഞാൻ സോമകുമാർ സാറിനും all.com പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ള അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം, ഓണാഘോഷത്തിന്റെ ഒരു ആലസ്യത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാത്ത ഈ ഒരു സമയത്ത്, ഈ ഒരു തിരക്കുകൾക്കെല്ലാം ഇടയിലും ആഘോഷങ്ങൾക്കിടയിലും ഈ ഒരു ഓൺലൈൻ GTSലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും ഞാൻ സൺ ഇന്റർനാഷണൽ ടീമിന്റെ പേരിലും MI മാനേജ്മെന്റിന്റെ പേരിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് ലീഡർ മിഥുൻ സാർ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് അവസരം ആദ്യമായി കേൾക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും ഒരു പക്ഷെ ഈ ബിസിനസ് മനസ്സിലാക്കാനും ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവസരത്തെ ഒന്ന് പോസിറ്റീവായി കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഒരുപക്ഷെ എന്റെ ജീവിതാനുഭവം വെച്ച് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഒരു 3-4 വർഷം കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ, ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പ്രൂവ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് MLS. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വരാൻ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതിരുന്ന ഒരു സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ യാദൃശ്ചികമായി കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MLS. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത് ഒരുപക്ഷെ ഈ ഒരു അവസരം പൂർണ്ണമായി കണ്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ ഈ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ മനസ്സിലാക്കിയിട്ടോ ഒന്നും ആയിരുന്നില്ല. ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരാനുള്ള 4 കാരണം. ഒന്നാമത്തെ കാരണം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി എനിക്ക് ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹമാണ് ഈ ഒരു അവസരം പറയാൻ എന്നെ സമീപിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ എന്റെ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ തയ്യാറായി. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അവർ ഈ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞ സമയത്ത് അവരെന്നോട് പറഞ്ഞിരുന്നു, ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഫ്രീ ആണ്, ഇതിന് നിങ്ങൾ 1 രൂപ പോലും തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഫ്രീ ആണ് എന്നുള്ളതാണ് ഈ ബിസിനസ് ഞാൻ കടന്നു വരാനുണ്ടായ മറ്റൊരു കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അവരെന്നെ പരിചയപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളാണ്. കാരണം ഒരുപക്ഷെ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളൊക്കെ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന അതേ ഉൽപ്പന്നങ്ങളാണ് ഇവരെന്നെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ബുദ്ധിപരമായി ചിന്തിച്ചൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായി മേടിക്കുന്ന അതേ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും അത് ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലൂടെ 2-10 ലക്ഷങ്ങളോ കോടികളോ കിട്ടുന്നതിനപ്പുറത്ത് ഈ പ്രോഡക്റ്റുകൾ സ്വന്തം മേടിച്ച് ഉപയോഗിച്ചാലും നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ, ഒരു നഷ്ടസാധ്യത വരാനില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ തന്നെ, എന്നാൽ നമുക്ക് ഒരു നഷ്ടസാധ്യതയും ഇല്ലാതെ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നു. പക്ഷെ ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾക്ക് എനിക്കും എന്റെ വീട്ടിൽ ഓരോരുത്തർക്കും കിട്ടിയ റിസൾട്ടായിരുന്നു. കാരണം ഉപയോഗിച്ച ഓരോ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം റിസൾട്ട് അത് കൺമുമ്പിൽ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഈ മേടിച്ച പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരുപാട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനന്ന് ഒരു കൃഷിയൊക്കെ ചെയ്ത് ടാക്സിയൊക്കെ ഓടിച്ച് അന്നൊന്ന് അരി മേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ഒരുപാട് ബാധ്യതകളും ഒരുപാട് ആവശ്യങ്ങളുമായി നിന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങൾ എനിക്ക് പരിചയമുള്ള ആളുകൾക്കും ബന്ധുക്കൾക്കും ഞാനത് സജസ്റ്റ് ചെയ്യുകയും റെക്കമെൻഡ് ചെയ്യുകയും അതിലൂടെ ഡെയിലി ഒരു 500-1000 റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. വയനാട് ജില്ലയിൽ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ജീവിച്ച എന്നെ പോലെ ഒരു വ്യക്തിക്ക് അന്നൊരു പക്ഷെ ഒരു 500-1000 രൂപ ഡെയിലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ എന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയത്, ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ലെജൻഡ് എന്ന് നമ്മളൊക്കെ പറയുന്ന, ഒരുപക്ഷെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ചക്രവർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള റോയൽ ഡയമണ്ട് മിസ്റ്റർ മുബീൻ മുഹമ്മദ് സാറിനെ നേരിൽ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതാണ് ഈ എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്.
കാരണം എന്റെ കയ്യിൽ കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേവലം പ്രോഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിക്കാനോ നേരിട്ട് കൊടുത്ത് ഡെയിലി 500-1000 സമ്പാദിക്കുന്നതിനപ്പുറത്ത് ഇത് വലിയൊരു ഇൻഡസ്ട്രി ആണെന്നും ഇതൊരു വലിയ സാധ്യതയാണെന്നും അദ്ദേഹമാണ് എന്നെ ആദ്യമായി കൺവിൻസ് ചെയ്തത്. അദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചും അനന്തമായ സാധ്യതയെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഒരു സാധാരണക്കാരനായ എനിക്ക് അതിൽ പലതും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ എന്നെ വലിയ രീതിയിൽ ശ്രദ്ധിച്ചു. അതിൽ 2 പോയിന്റ് ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: പ്രസാദ് സാറേ, ഇത് ബിസിനസ് ആണ്, ഇത് കച്ചവടമാണ്. ഹോൾസെയിൽ വിലക്ക് സാധനം മേടിച്ച് MRPക്ക് വിൽക്കുന്ന പണി ലോകത്ത് ആര് ചെയ്താലും അത് ബിസിനസ് ആണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 2ാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന കാലഘട്ടം കടയിട്ട് ലക്ഷങ്ങൾ മുടക്കി ഇരുന്ന് കച്ചവടം ചെയ്യുന്നവന്റെ കാലമല്ല. ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം ടെക്നോളജിയും ബുദ്ധിയും ഉപയോഗിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവന്റെ കാലമാണ്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് മനസ്സിലായത് ഈ 2 കാര്യങ്ങളാണ്. അന്ന് അദ്ദേഹത്തിനോട് ഞാൻ ഇതെല്ലാം മനസ്സിലായപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം ഡെയിലി ഒരു 500 രൂപ 1000 രൂപ കിട്ടിയാൽ പോലും ജീവിച്ചു പോകുന്ന എന്നെ പോലെ ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ 2,10,000 എന്ന് പറയുന്ന ഒരു തുക ഒരു പക്ഷേ എനിക്ക് അത് എങ്ങനെ കിട്ടുമെന്നതിനപ്പുറത്തേക്ക് അത് കിട്ടിയ എങ്ങനെ ചെലവാക്കണമെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയായിരിക്കും. അന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: സാറേ, ആഴ്ചയിൽ 2,10,000, അതും ഇത്തരം പ്രോഡക്റ്റുകൾ വിറ്റിട്ട് ഇതൊക്കെ നമ്മൾ പറയാനല്ലാതെ ഇതൊക്കെ നടക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒരാഴ്ച പോലും മുടങ്ങാതെ 2,10,000 വീക്കിലി മേടിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഓപ്പണായി കാണിച്ചു. അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ എടുത്ത് എന്റെ മുമ്പിൽ വെച്ചു. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി: ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് എന്നോട് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരു കാര്യം, കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ പ്ലാന്റേഷൻ തുടങ്ങി ഒരുപാട് ബാധ്യതകളും കടങ്ങളുമായി നിൽക്കുകയാണ്. എന്റെ വീട് സർവ്വം വരെ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വെച്ചിരിക്കുന്നു. അതുപോലെ എന്റെ മക്കളുടെ എഡ്യൂക്കേഷൻ അടക്കം മുടങ്ങി നിൽക്കുന്ന സാഹചര്യം, ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും വേണ്ടി ചുറ്റും നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത് ഈ 2,10,000 ഒരു 10 ആഴ്ച കിട്ടിയാൽ പോലും എന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്റെ ഒരു പ്രിൻസിപ്പിൾ ഇതായിരുന്നു: എന്തുകൊണ്ട് മുബീൻ മുഹമ്മദിന് കിട്ടുമെങ്കിൽ ഇത് എനിക്ക് കിട്ടും എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ഒരു മനുഷ്യനെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കാനും പരിശ്രമിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരു മനുഷ്യന് സാധിച്ചത് ലോകത്ത് ആർക്കും സാധിക്കും. അന്നൊരു പ്രിൻസിപ്പിൾ ഒരുപക്ഷെ ദൈവം തോന്നിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. ഒരു പക്ഷേ ഇന്ന് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക, ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവുക, ഇവരൊക്കെ ഏതോ ഭയങ്കര കഴിവുള്ള ആളുകളാണ്, നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്, അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഇതിനകത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയും ആലോചനയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കാണുന്നത് ഞങ്ങളുടെ ഇന്നത്തെ വരുമാനവും ഇന്ന് സഞ്ചരിക്കുന്ന കാറുകളും ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈഫുമാണ്. എന്നാൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്തായിരുന്നു എന്ന് ഒരുപക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. എന്തായാലും ഈ ഒരു ബിസിനസ് ഞാൻ എപ്പോഴും പറയും, ഫൈനാൻഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത് വെറും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇറ്റ് ഈസ് എ പൂർ ഓപ്പർച്യൂണിറ്റി. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ ഈ ലോകത്തെല്ലാവരും, എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തെല്ലാവരും ജീവിതത്തിൽ വിജയിക്കണമെന്ന്, നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു 10% അതിൽ താഴെയോ ആളുകൾക്ക് മാത്രമാണ് നന്നായി ജീവിക്കാനും ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനും അവരുടെ എല്ലാ സ്വപ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കാനും സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ തിരിച്ചു പോകാനും കഴിയുന്നത് ഒരു 10% അതിൽ താഴെയോ ആളുകൾക്ക് മാത്രമാണ്. എന്തുകൊണ്ട് ബാക്കി 90% ആളുകൾക്കും ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഡിയർ ഫ്രണ്ട്സ്, അതിനകത്ത് പറയാൻ പല കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാരണം ജീവിതത്തിൽ സക്സസ് ആവാത്തത് കഴിവില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ വലിയ കഴിവ് വേണം, ഒരുപാട് കഠിനാധ്വാനം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ സക്സസ് ആയ ആളുകളെക്കാൾ എത്രയോ കഴിവുള്ളവരാണ് പരാജയപ്പെട്ടു പോയ പലരും. ജീവിതത്തിൽ വിജയിച്ചവരെക്കാൾ കഴിവുള്ളവരാണ് പരാജയപ്പെട്ടു പോകുന്നത്. ജീവിതത്തിൽ ഒരുപക്ഷെ സക്സസ് ആയവരെക്കാൾ കഠിനാധ്വാനം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സക്സസ് ആയവരെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് സക്സസ് ആവാതെ പോകുന്ന ആളുകളാണ്. ഒരു കമ്പനി എടുത്താൽ തന്നെ നമുക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ആ കമ്പനിയുടെ തൊഴിലാളികളായിരിക്കും. എന്നാൽ ജീവിതത്തിൽ സക്സസ് ആകുന്നതോ ആ കമ്പനിയുടെ മുതലാളിയായിരിക്കും. അപ്പൊ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കഴിവുണ്ടോ ഒന്നും അല്ല ജീവിതത്തിൽ വിജയിക്കാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്.
ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഒന്നാമത്തെ കാര്യം 90% ആളുകളും ജീവിതത്തിൽ പണിയെടുക്കുന്നത് സക്സസ് ആവാനല്ല, ജീവിച്ചു പോകാനാണ്. ജീവിച്ചു പോകാൻ വേണ്ടി പണിയെടുക്കുന്നവരാരും സക്സസ് ആയ ചരിത്രമില്ല. ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ സക്സസ് ആവാൻ വേണ്ടി പ്രവർത്തിച്ചവർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം. ജീവിച്ച് നമ്മൾ ഡെയിലി 1000 രൂപ കൂലിക്ക് പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കറിയാം, ഇന്നൊരു 1000 രൂപ ഡെയിലി കിട്ടിയാൽ പെട്രോൾ, 1 ലിറ്റർ പെട്രോളിന് 100 രൂപ കൊടുത്താൽ കിട്ടാത്ത കാലത്ത് ഇപ്പൊ ഈ വിലക്കയറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഈ കഴിഞ്ഞ ഓണമൊക്കെ ആഘോഷിച്ച ആളുകളോട് ഞാനിത് മാർക്കറ്റിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പച്ചക്കറി കടയിൽ പോയാൽ പോലും ഇന്ന് 100 രൂപയെ കുറച്ച് ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യ സാധനം മേടിച്ചാൽ 3000 4000 ബില്ലടിച്ച് കിട്ടുമ്പോൾ ഡെയിലി 1000 രൂപ കൊണ്ടൊന്നും ജീവിച്ചു പോകാൻ പോലും കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. 2 മക്കൾ പഠിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിലെ നിത്യം മരുന്ന് കഴിക്കുന്ന ഏതെങ്കിലും ആളുകൾ, വയസ്സായ ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ 1000-നും 2000-നും നമ്മളെ എവിടെ എത്തിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതേ അവസ്ഥ തന്നെയാണ് മാസത്തിൽ ഒരു 25,000 30,000 ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക്. ഒരു കൂട്ടർക്ക് അത് ഡെയിലി 1000-ആയി കിട്ടുന്നു, മറ്റൊരു കൂട്ടർക്ക് അത് മാസത്തിൽ 30 ദിവസം ഒരുമിച്ച് കിട്ടുന്നു എന്നല്ലാതെ ഫലത്തിൽ ഇവരുടെ ലൈഫിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഇന്ന് മിഥുൻ സാർ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു അവസരമാണ്. അത് കേട്ടത് കൊണ്ടോ അതിൽ വന്നതുകൊണ്ടോ മാത്രം ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെ ഏറ്റെടുക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയും, മൈലേഷൻ ബിസിനസ് വെറും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. ഇത് ലോകത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഈ ഒരു ഓൺലൈനിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന വീടാണ്. മാനന്തവാടിയിൽ നിന്നും ഒരു 20 കിലോമീറ്ററോളം വളരെ ഉള്ളിലേക്ക് പോയാൽ വരയാൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അതായത് ജിയോഗ്രഫിക്കലി നോക്കിയാൽ 70% ഫോറസ്റ്റ് ആണ്. അതേസമയം തന്നെ അവിടുത്തെ ആളുകളെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ 90% ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മാത്രമാണ് കറണ്ടും റോഡും വരെ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് പോലും ഞങ്ങളുടെ നാട്ടിൽ മൊബൈൽ ഫോൺ കറക്റ്റ് റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ വന്ന് കണ്ടിട്ടുള്ള ആളുകളും. അപ്പൊ അതുപോലൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഈ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടത്. ഈ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ എന്റെ ID നിങ്ങളെ പോലെ രജിസ്റ്റർ ചെയ്തത്. ഈ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ആളുകളും, വയനാട് ജില്ലയിലെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളോട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി. എന്താ പറയാ, ഒരൊറ്റ ആൾ പോലും എന്നോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ലെന്ന് മാത്രമല്ല, എന്നെ നിരുത്സാഹപ്പെടുത്താനും പരിഹസിക്കാനുമാണ് എല്ലാവരും മുന്നോട്ട് വന്നത്. കാരണം അവർ കണ്ടത് ജീവിതത്തിൽ എല്ലാം ചെയ്ത് പരാജയപ്പെട്ട എന്റെ എല്ലാ അവസ്ഥയും അറിയുന്ന ആളുകളോടാണ് ഞാൻ ഈ ബിസിനസ് പറഞ്ഞത്. അവരപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും അവർ കണ്ടുകൊണ്ടിരുന്ന എന്റെ ഇതുവരെയുള്ള ചരിത്രമാണ്. അപ്പൊ അതിൽ എല്ലാം ഞാൻ ചെയ്തതെല്ലാം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഒന്ന്, അവർക്കിത് ഞാനാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കാനാണ് എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല. ഞാൻ എനിക്കറിയുന്ന രീതിയിൽ അവരോട് പറഞ്ഞു, അത് അവർക്ക് മനസ്സിലായില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക് അവർക്ക് ബോധ്യപ്പെട്ടില്ല. കാരണം ആഴ്ചയിൽ 2,10,000. അപ്പൊ എന്റെ ഫാമിലിയിൽ ഒരുപാട് പേര് നല്ല പ്രൊഫഷണൽസ് ആണ്. എന്റെ കസിൻ ബ്രദേഴ്സ് ഒക്കെ തന്നെ ഹൈലി പ്രൊഫഷണൽസ് ആയ ആളുകളാണ്. അതിനകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും സിവിൽ എഞ്ചിനീയർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ബാങ്ക് മാനേജരും, കോളേജ് ലെക്ചേഴ്സും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സും എല്ലാം ഉള്ള ഒരു ഫാമിലിയിൽ സത്യത്തിൽ ഒരു ജോലിയും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് പറഞ്ഞത് കൊണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞു ആഴ്ചയിൽ 2,10,000. ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരാരും വന്നില്ലെന്ന് മാത്രമല്ല, എനിക്ക് കുറെ ഉപദേശങ്ങളാണ് അവരൊക്കെ തന്നത്. അങ്ങനെ പക്ഷെ മുബീൻ ബഹു എന്ന് പറഞ്ഞ വ്യക്തിക്കും ഇത് കിട്ടുന്നത് നേരിൽ കണ്ട വിശ്വാസവും ബോധ്യവും ഉള്ളത് കൊണ്ടും എന്നെ സംബന്ധിച്ച ജീവിതാവസ്ഥയിൽ നിലനിൽക്കാൻ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടും
ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങി. അങ്ങനെയാണ് വയനാട് ജില്ലയിൽ നിന്ന് ഞാൻ കൂത്തുപറമ്പിൽ വന്ന് എന്റെ ദീർഘകാലമായിട്ടുള്ള ഒരു സുഹൃത്ത് മിസ്റ്റർ സോമകുമാർ സാറിനെ ഈ ഒരു ഐഡിയ, ഈ ഒരു ആശയം അദ്ദേഹത്തിനോട് ഞാൻ ഷെയർ ചെയ്തു. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞ പ്രോഡക്റ്റുകൾ അദ്ദേഹം വാങ്ങാൻ തയ്യാറാണ്. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് 2-10 ലക്ഷമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, ഈ പ്രോഡക്റ്റ് ഞാനൊന്ന് ഉപയോഗിക്കട്ടെ, ഞാനിത് കുറച്ചു പേർക്കൊന്ന് കൊടുത്തു നോക്കാം, ഇത് നല്ലതാണെങ്കിൽ പ്രസാദ് നമുക്ക് ആലോചിക്കും എന്നാണ് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ സോമകുമാർ സാർ അദ്ദേഹം പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എന്റെ ഭാഗത്തിനും അദ്ദേഹത്തിന് നല്ല റിസൾട്ട് കിട്ടി, അദ്ദേഹം കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് ഇങ്ങനെ പ്രോഡക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിലൂടെ നമ്മുടെ ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ശ്രീജിത്ത് സാർ, നമ്മുടെ ഇന്നത്തെ ITC എറണാകുളം ശ്രീജിത്ത് സാർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, പ്രിയേഷ് സാർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ അതിലൂടെ നമ്മുടെ ബിജോഷ് സാർ ബിസിനസ്സിലേക്ക് വരുന്നു, ഷാജിദ് സാർ, സുനിലാൽ സാർ, അവരിലൂടെ കബീർ സാർ, ഇങ്ങനെ ഒരു വലിയ ടീം അവിടെ മെല്ലെ മെല്ലെ രൂപപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് എന്റെ രണ്ടാമത്തെ ഓർഗനൈസേഷനിൽ എനിക്ക് ആരുമില്ലാതിരുന്ന അവസ്ഥ. അങ്ങനെ ഞാൻ കോഴിക്കോട് വരുന്നു. എന്റെ വളരെ കാലമായിട്ടുള്ള സുഹൃത്തായിരുന്ന മിസ്റ്റർ സത്യം മാഷ്, നമ്മുടെയൊക്കെ ഗ്രേറ്റ് ITC സത്യം മാഷെ ഈ ബിസിനസ്സിലേക്ക് എനിക്ക് സ്പോൺസർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ഒരു നമ്മുടെ ശോഭിൻ കുമാർ സാർ, അതേപോലെ തന്നെ ദിനേഷ് പയ്യന്നൂർ, നമ്മുടെ ഗ്രേറ്റ് ITC ദിനേഷ് സാർ, അതുപോലുള്ള ആളുകൾ ഓരോരുത്തരായി ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ എല്ലാവരും ഈ പ്രോഡക്റ്റ് എടുത്തു, മെല്ലെ മെല്ലെ ഉപയോഗിച്ചു, അത്യാവശ്യം പരിചയപ്പെടുന്നവർക്ക് കൊടുത്തും ഡെയിലി 500 1000 ഒക്കെ കിട്ടിത്തുടങ്ങുന്ന ഒരു അവസ്ഥ. അങ്ങനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അന്ന് ഞങ്ങൾ അങ്ങനെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി. എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് ആദ്യമായി കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് ഇതെന്റെ പ്ലാന്റേഷൻ ആണ്. ആക്ച്വലി ഞാൻ ഈ ബിസിനസ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാനൊരു കൃഷിക്കാരനായിരുന്നു. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം പ്രത്യേകിച്ച് ജോലി ചെയ്താൽ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനേ കഴിയൂ എന്നൊരു തിരിച്ചറിവ് എന്റെ കുടുംബത്തിലുള്ള ഒരുപാട് എംപ്ലോയീസിന്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു പ്ലാന്റേഷൻ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വയനാട്ടിൽ ഇന്ന് ഒരു വലിയ ഈ തേയില പ്ലാന്റേഷൻ, ഈ ഒരു ബിസിനസ് എനിക്ക് സ്വന്തമായിട്ട് 20 വർഷത്തെ ഹാർഡ് വർക്കാണ്. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം വലിയ ലക്ഷ്യങ്ങളോടുകൂടി ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു ഒരു തേയില പ്ലാന്റേഷൻ എന്ന് പറയാം. ഞാൻ പ്ലാന്റേഷൻ തുടങ്ങുന്നത് കൃഷിയുടെ നല്ല കാലത്തിലായിരുന്നു. പക്ഷെ എന്റെ ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷം ഈ പ്ലാന്റേഷൻ ഇതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നപ്പോഴേക്കും കാർഷിക മേഖല അടിമുടി തകർന്നു പോയി. 17-18 രൂപ ഉണ്ടായിരുന്ന പച്ചത്തൈലേക്ക് 3 രൂപയും 3.5 രൂപയായി കുറഞ്ഞപ്പോ ലക്ഷങ്ങൾ ഓരോ മാസവും ലാഭം പ്രതീക്ഷിച്ച ഞാൻ ഓരോ മാസവും ലക്ഷങ്ങൾ അങ്ങോട്ടിട്ട് തോട്ടം നടത്തേണ്ട ഗതികേടിലായി. 5-8 വർഷം തുടർച്ചയായി ഇങ്ങനെ നഷ്ടത്തിൽ പോയ സമയത്ത് അതെന്നെ വലിയ ബാധ്യതയിലേക്കാണ് കൊണ്ടുവന്നെത്തിച്ചത്. അങ്ങനെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. എന്റെ വിവാഹം കഴിഞ്ഞു, ഭാര്യയുടെ സകല ആഭരണങ്ങളും അതുപോലെ എനിക്ക് പണയം വെക്കാനും വിൽക്കാനും പറ്റുന്നതും ഒക്കെ വിറ്റും പണയം വെച്ചും ബാക്കി തികയാതെ വന്നപ്പോ കടം മേടിച്ചും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ പോലും അറിയാതെ ചെറിയ പ്രായത്തിൽ വലിയ ബാധ്യതയുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറി. അങ്ങനെ ഇതിനിടയ്ക്ക് കുറെ ലോണൊക്കെ ഉണ്ടായിരുന്നു, കാർഷിക വായ്പ, അതൊക്കെ അടയ്ക്കാൻ കഴിയാതെ അവസാനം ഈ വീട് സ്ഥലം കൂടെ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ജീവിതത്തിൽ എല്ലാം ചെയ്ത് പരാജയപ്പെട്ട് അവസാനം എന്റെ വീട്ടിലുള്ള അത്യാവശ്യം മരുന്നും ഭക്ഷണവും വരെ മുടങ്ങുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു പ്ലാന്റേഷൻ തുടങ്ങി ഞാൻ മറുഭാഗത്ത് അരി മേടിക്കാൻ ടാക്സി ഓടിക്കേണ്ട രീതിയിലേക്ക് എത്തിയത്. അങ്ങനെ മാനന്തവാടിയിൽ ഒരു ടാക്സി ഡ്രൈവറൊക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു, ബിസിനസ് ഡെവലപ്പ് ചെയ്തു, മെല്ലെ മെല്ലെ വന്നു. അപ്പൊ എല്ലാവരും വിചാരിക്കും ഞങ്ങൾക്കൊക്കെ വന്ന പാടെ തന്നെ ആഴ്ച 2-10 കിട്ടിയെന്നൊന്നും ആരും വിചാരിക്കരുത്. എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് കമ്പനിയുടെ 93ാമത്തെ വീക്കിൽ കിട്ടിയ 255 രൂപയാണ്. പറഞ്ഞുകൊണ്ട് നടന്നത് 2,10,10,000 ആണെങ്കിൽ കിട്ടിയത് വെറും 255 രൂപയാണ്. അങ്ങനെ 255 രൂപ ആണ് എന്റെ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് വീക്കിലേക്ക് വരുമാനം എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. കാരണം ബിസിനസ് ഒന്നും റെഗുലർ ആയിട്ട് വരില്ല. 94ാമത്തെ വീക്കിൽ എനിക്ക് 1 രൂപ പോലും കിട്ടി. 1 രൂപ പോലും കിട്ടാതെയിരുന്നു. ഒരാഴ്ച മാത്രമൊന്നുമല്ല, അങ്ങനെ ഒരുപാട് ആഴ്ചകളിൽ ഒന്നും കിട്ടാതെ. പക്ഷെ അന്നും ഈ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചും ഈ കമ്പനിയിലും എനിക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. സർവോപരി എന്നോടൊപ്പം കടന്നു വന്ന ആളുകൾക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപക്ഷെ അന്ന് കിട്ടിയ വരുമാനത്തെക്കാൾ അന്ന് 2014-ലും 2015-ലൊക്കെ തന്നെ ഞങ്ങൾ 2020-ലൊക്കെ ഏത് ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷനും ആ ഒരു വിശ്വാസവും കാഴ്ചപ്പാടുമാണ് ആ സമയത്തൊക്കെ മുന്നോട്ട് നയിച്ചത്. പിന്നീട് മെല്ലെ മെല്ലെ വരുമാനം കൂടാൻ തുടങ്ങി. അങ്ങനെ വരുമാനം കൂടി ആഴ്ചയിൽ ഒരു 5000 രൂപയൊക്കെ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്തൊക്കെ ഞങ്ങൾ പലപ്പോഴും ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് എണ്ണ അടിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ചാൽ എണ്ണ അടിക്കാൻ പറ്റാത്ത അവസ്ഥ.
പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ 5000 10,000 എന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആഴ്ച വരുമാനം ഒരു 25,000 എന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി. മാസം ഒരു 1 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻ വന്നു. അങ്ങനെ മാസം ഒരു 1 ലക്ഷം രൂപയൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, മീറ്റിംഗ് ആയി, പ്രോഗ്രാമായി, ഈ ടീം ബിൽഡ് ചെയ്യാനുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ ഓടി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാസം കിട്ടുന്ന ലക്ഷം ആഴ്ചയെ കിട്ടുന്ന അവസ്ഥയായി. അങ്ങനെ മാസം 4-5 ലക്ഷം രൂപയൊക്കെ വരുമാനം കിട്ടുന്ന സമയത്ത് എന്റെ നാട്ടിലെ കടങ്ങളും ബാധ്യതകളും ഒക്കെ ഞാൻ മെല്ലെ മെല്ലെ തീർക്കാൻ തുടങ്ങി. എന്റെ ബാങ്കിലെ ലോൺ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ മെല്ലെ മെല്ലെ തീർക്കാൻ തുടങ്ങി. മക്കളുടെ എഡ്യൂക്കേഷൻ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങി. അത്യാവശ്യം എന്റെ ഫാമിലിയിൽ ആരും മേടിക്കാത്തൊരു വരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റും. എന്നാൽ അങ്ങനെ മെല്ലെ ഗ്രാജുവലി വളർന്നു. ഇതിനനുസരിച്ച് എന്നോടൊപ്പം വന്നവരും വരുമാനം കൂടാൻ തുടങ്ങി, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സൺ ഇന്റർനാഷണൽ ടീം SIT എന്ന് പറയുന്നത് ഒരു വികാരമായി ഏറ്റെടുത്തു. മൈലേജ് സ്റ്റൈൽ ഞങ്ങളൊരു ജീവവായു പോലെ ആ ബിസിനസ്സിനെ ഞങ്ങൾ സ്നേഹിക്കാനും ഏറ്റെടുക്കാനും തുടങ്ങി. അങ്ങനെ ഞാനും എന്നോടൊപ്പം നിന്ന എന്നേക്കാൾ ശക്തരായ ഒരുപാട് ലീഡേഴ്സ് ഒരുമിച്ച് ശക്തമായി മുന്നോട്ട് പോയ സമയത്ത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ആ ആഴ്ചയിൽ 2,10,000 163ാമത്തെ വീക്കിൽ ഈ ബിസിനസ്സിലൂടെ ആദ്യമായി എന്റെ അക്കൗണ്ടിലും വന്നു. അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നടക്കില്ലെന്ന് പറഞ്ഞ ആ ആഴ്ചയിൽ 2,10,000 ആദ്യമായി 163ാമത്തെ വീക്കിൽ എന്റെ ജീവിതത്തിൽ വന്ന് യാഥാർത്ഥ്യമായി. ഞാനിത് മേടിക്കുമ്പോൾ തന്നെ 162ാമത്തെ വീക്കിൽ നമ്മുടെ ഗ്രേറ്റ് ITC സൗമ്യകുമാർ സാറും 163ാമത്തെ വീക്കിൽ സത്യം മാഷൻ 2.10 വാങ്ങിച്ചു. സ്വാഭാവികമായും ഇവരെ സ്പോൺസർ ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ വരുമാനവും ആഴ്ച 2.10 എത്തി. അവിടുന്ന് ഡിയർ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ലാസ്റ്റ് 10 വീക്കിൽ 2.10 ആണ്. ഈ ഒരു പേജ് കമ്പനിയുടെ 10 വീക്കിൽ ആഴ്ചയിൽ 2,10,000 ഒരാഴ്ച പോലും മുടങ്ങാതെ മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വർഷങ്ങൾ കൊണ്ട് എത്താൻ സാധിച്ചു. പക്ഷെ അതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇന്ന് ടീം SIT ഒരാഴ്ചയെങ്കിൽ 2.10 യാഥാർത്ഥ്യമാക്കിയ 155 വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ടീം SITയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൂടെ വന്ന ആളുകളിലേക്ക് ആ വരുമാനം എത്തിയപ്പോൾ നമ്മുടെ വരുമാനം ഇങ്ങനെ ഒരാഴ്ച പോലും മുടങ്ങാത്ത രീതിയിൽ ഒരുപക്ഷെ ഇന്ന് ഒന്നും ചെയ്തില്ലെങ്കിലും ആഴ്ച വരുമാനം നമുക്ക് ഈ 2.10 കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റി. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് എന്റെ ചില GST സ്റ്റേറ്റ്മെന്റുകളാണ്. ഒരാളുടെ വരുമാനത്തിന്റെ ഏറ്റവും ആധികാരികമായ പ്രൂഫ് എന്ന് പറയുന്നത് GST ആണ്. ഇത് എന്റെ GST നമ്പറാണ്. മറ്റത്തിൽ സുകുമാരൻ പ്രസാദ്, അതാണ് MS പ്രസാദ്. അപ്പൊ ഇതെന്റെ GST നമ്പറാണ്. എന്റെ ഒരു മാസത്തെ വരുമാനമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 16 ലക്ഷത്തിന് മുകളിൽ ഒരു മാസത്തെ വരുമാനം. കാരണം ആഴ്ചയിൽ 2.10 കൂടാതെ ഇവിടെ മന്ത്ലി ഇൻകം ഉണ്ട്, റാങ്ക് ഇൻകം ഉണ്ട്, പല വരുമാനങ്ങളുണ്ട്. തന്നെയുമല്ല ഞങ്ങളൊക്കെ ഇന്ന് പല ID ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ ആ GSTയിൽ വന്ന ടോട്ടൽ വരുമാനം ഒരു മാസം 16 ലക്ഷമായിട്ടും വേറൊരു മാസം അത് 22 ലക്ഷമായിട്ടും വേറൊരു മാസം അത് 23 ലക്ഷവും ഒക്കെ വരുമാനം മേടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ബിസിനസ് കൊണ്ടുവരാൻ സാധിച്ചു. ഇത് പറയുമ്പോൾ തന്നെ ഇന്ന് എന്നേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുന്ന ആളുകൾ ടീം SITയിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോ എന്നെ സംബന്ധിച്ച് എല്ലാ മാസവും ഇങ്ങനെ ഉണ്ടെന്നല്ല, ആവറേജ് എങ്ങനെ പോയാലും മാസം ഒരു 16-18 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന, സ്ഥിരമായി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒരു പക്ഷേ 16-18 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഡയറക്ട് സെല്ലിങ്ങിലുള്ള ആളുകൾക്ക് അത് വളരെ നിസ്സാരം. എന്നാൽ പുറമേ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ, ഒരു വക്കീലാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇത്രയും പൈസ എല്ലാ ചെലവും കഴിഞ്ഞ് കയ്യിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സാധാരണ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. എനിവേ അവിടുന്ന് ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഈ ഒരു ബിസിനസ്സിലൂടെ വന്ന മാറ്റം, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വന്നു വളരെ ശക്തമായി പ്രവർത്തിച്ച് NDC റാങ്കിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലൂടെ ഞാൻ സത്യത്തിൽ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് ഈ ബിസിനസ്സിൽ വന്നിട്ടാണ്, ഒരു ലാപ്ടോപ്പ് മേടിച്ചത് ഈ ബിസിനസ്സിൽ വന്നിട്ടാണ്, നല്ല ഡ്രസ്സുകൾ മേടിക്കാൻ തുടങ്ങിയത് ഈ ബിസിനസ്സിൽ വന്നിട്ടാണ്. എന്നാൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു അച്ചീവ്മെന്റ് എന്ന് ഞാൻ പറയുന്നത് ഈ ബിസിനസ്സിലൂടെ വന്നു. ഒരു ഇന്നോവ ക്രിസ്റ്റ ഏകദേശം വന്ന് ഓൺ റോഡ് ഒരു 25 ലക്ഷം രൂപയുടെ ഒരു കാറ് ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടുന്ന് ഈ ബിസിനസ് വീണ്ടും ശക്തമായി ഏറ്റെടുത്തു, നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, രാവും പകലും ഹാർഡ് വർക്ക് ചെയ്ത സമയത്ത് ഈ ബിസിനസ്സിലൂടെ ജസ്റ്റ് ഇന്നോവ എടുത്ത് ഒറ്റ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു E-Class മെഴ്സിഡീസ് ബെൻസ് ഈ ഒരു ബിസിനസ്സിലൂടെ എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഒരുപക്ഷെ എന്റെ ഫാമിലിയിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു തലമുറയിലും
ഒരാളും ഒരു സൂപ്പർ പ്രീമിയം കാർ മേടിക്കുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച ഒരാൾ പോലും എന്റെ ഒരു തലമുറയിലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ക്ലാസ് മെഴ്സിഡീസ് ബെൻസ് ഈ ബിസിനസ്സിലൂടെ വാങ്ങിക്കാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും ശക്തമായി ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയപ്പോ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സോമകുമാർ സാറിന് ജാഗ്വാർ എടുക്കാൻ ആഗ്രഹം, അപ്പൊ സത്യം മാഷിന് BMW എടുക്കാൻ ആഗ്രഹം. അവർ രണ്ടുപേരും അത് എടുക്കാൻ വേണ്ടി ഞാനും അവരോടൊപ്പം ശക്തമായി നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അവർ രണ്ടുപേരും സോമൻ സാറിന്റെ ജാഗ്വാറും സത്യം മാഷി BMW എടുത്തപ്പോ ഞാനും കുറച്ചില്ല. ആ സമയത്ത് ഞാൻ ITC റാങ്കിൽ എത്തിയ സമയത്ത് ഞാനൊരു BMW 530M സ്പോർട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഒരു സമയത്ത് എന്റെ വീട്ടിൽ വന്നാലത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു. ഒരേ സമയം തന്നെ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാലത്ത് അരി മേടിക്കാൻ വേണ്ടി ടാക്സി ഓടിച്ച അതേ റൂട്ടിലൂടെ ഒരു ദിവസം ഇന്നോവയിലും മറ്റൊരു ദിവസം ബെൻസിലും മറ്റൊരു ദിവസം BMW ഒരേ സമയം മാറി മാറി സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ബിസിനസ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോ ഇത് കാണുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും ഇവര് വന്ന് ഇങ്ങനെ 2-10 എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിയമം ഇറങ്ങി വന്ന വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ഇന്ന് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ നിരീക്ഷണത്തിലാണ് ഉള്ളത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും ഒരുപാട് പല രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് 100% ഉത്തരവാദിത്വവും ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സ്ലൈഡുകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളെ ആരെയും പ്രലോഭിപ്പിക്കാനല്ല. കാരണം ഇത് എനിക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടണം ഒരു നിർബന്ധവുമില്ല. നിങ്ങളെ ആരെയെങ്കിലും പ്രലോഭിപ്പിക്കൽ ഞങ്ങളുടെ ആരുടെ ഉദ്ദേശവുമല്ല. എനിക്ക് ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഞങ്ങൾ പഠിച്ചതുപോലെ പഠിക്കാനും ഞങ്ങൾ ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കാനും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തതുപോലെ ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കിട്ടും, ഇതിലപ്പുറവും കിട്ടും. പക്ഷെ വെറുതെ വരുന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആര് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വരുന്നവർക്കെല്ലാം വെറുതെ കാശ് കൊടുക്കുന്ന ഒരു കമ്പനി അല്ല എംപയർസ് മാർക്കറ്റിംഗ്. ഞാൻ കാണിക്കുന്ന ഓരോ സ്ലൈഡിന് പുറകിലും എന്റെയും എന്നോടൊപ്പം വന്നവരുടെയും ഒരുപാട് ഹാർഡ് വർക്കിന്റെ ഫലമാണ് നിങ്ങളെ കാണിക്കുന്ന ഓരോ സ്ലൈഡും. പിന്നെ ഞാനിത് കാണിക്കുന്നത് എന്നെ പോലെ ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ ഇത്രയൊക്കെ പറ്റിയാൽ ഒരുപക്ഷെ ഇന്ന് ഈ അവസരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും നാളെ ഇതിനേക്കാൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എനിവേ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഞാൻ കാണിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഫോട്ടോയാണ്. എന്റെ മകളുടെ ബർത്ത്ഡേക്ക് ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു ടൊയോട്ട ഗ്ലാൻസ ഫുൾ ഓപ്ഷൻ കാർ. എന്റെ മകളുടെ 22ാമത്തെ ബർത്ത്ഡേക്കാണ് ഞാൻ ആ ഗിഫ്റ്റ് കൊടുത്തത്. എന്നാൽ എന്റെ മകൾ +2 പഠിക്കുമ്പോൾ അവളുടെ 17ാമത്തെ വയസ്സിൽ അവളുടെ ബർത്ത്ഡേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മോള് പറഞ്ഞു ഒരു കേക്ക് മേടിക്കണം അവളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ കട്ട് ചെയ്യാൻ. പക്ഷെ അന്നൊരു ടാക്സി ഡ്രൈവർ ആയിരുന്ന എനിക്ക് നിർഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം ഒരു 500 രൂപ സംഘടിപ്പിക്കാനോ ഒരു കേക്ക് മേടിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. ആ ബർത്ത്ഡേക്ക് എന്റെ മകൾ ഒരുപാട് സങ്കടപ്പെട്ടു അവളുടെ ഫ്രണ്ട്സ് വന്ന സമയത്ത്. പക്ഷേ അതേ മകളുടെ 22ാമത്തെ ബർത്ത്ഡേക്ക് 11.5 ലക്ഷം രൂപയുടെ കാർ മേടിച്ച് ഗിഫ്റ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, ആ ബർത്ത്ഡേക്ക് അന്ന് കേക്ക് കട്ട് ചെയ്തത് ഞാൻ കാശ് മുടക്കിയിട്ടില്ല, ടൊയോട്ട കമ്പനിക്കാർ കേക്ക് മേടിച്ച് കട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒരു പക്ഷേ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ അന്ന് പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ ബിസിനസിനെ ഒന്ന് മനസ്സിലാക്കാനോ ഏറ്റെടുക്കാനോ കഴിഞ്ഞത് കൊണ്ട് എന്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. ദെൻ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ 2 മക്കള്. അവരിന്ന് ഈ മൂത്ത മകൾ ഇപ്പൊ B.Pharm കഴിഞ്ഞു, 2ാമത്തെ മകൾ ഇന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു വീടിന്റെ ഫോട്ടോ കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ ഞാൻ വയനാട്ടിൽ വെച്ചൊരു വീടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇത് എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഈ വീട്ടിലാണ്. സത്യത്തിൽ ഞാൻ ഈ വീട് വെച്ചത് അവർക്ക് വേണ്ടിയാണ്. ഇന്ന് എന്റെ നാട്ടിലേക്ക് വെച്ചൊരു വലിയ വീടെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നാട്ടിലേക്ക് വെച്ച ഏറ്റവും വലിയൊരു വീടും അത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അവിടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ വെച്ചു കൊടുത്തൊരു വീടാണ് ആക്ച്വലി. ദെൻ ഈ ബിസിനസ്സിൽ വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 2019 ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് അച്ചീവ്മെന്റ് അവാർഡ്. ബിസിനസ് സൂം എന്ന് പറഞ്ഞൊരു ബിസിനസ് മാഗസിൻ അവര് കണ്ടക്ട് ചെയ്ത ഇതിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ വെച്ച് കേരളത്തിലെ ഡയറക്ട് സെല്ലിംഗിലെ ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ്. അത് ഒരിക്കലും ഞാൻ കോടികൾ സമ്പാദിച്ചത് കൊണ്ടോ കുറെ കാർ വാങ്ങിച്ചത് കൊണ്ടോ കിട്ടിയതല്ല, മറിച്ച് അനേകായിരം ആളുകൾക്ക് ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ അതിന്
നേതൃത്വം കൊടുക്കാൻ, അതിനൊപ്പം നിൽക്കാൻ സാധിച്ചതിന്റെ പേരിൽ, അനേകായിരം കുടുംബങ്ങളിൽ ഒരു വരുമാനം എത്താൻ കാരണമായതിന്റെ പേരിൽ, ഒരുപക്ഷെ സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞതിന്റെ പേരിൽ ഒക്കെയാണ് ഇങ്ങനെ ഒരു അവാർഡ്. ഡയറക്ട് സെല്ലിംഗിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അവാർഡ് വന്നത്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൂടി കൈകൊണ്ട് വാങ്ങിക്കാൻ സാധിച്ചു. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഞങ്ങളൊക്കെ തുടങ്ങുമ്പോൾ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. 2023 എന്ന് പറയുന്നത് ഞാൻ പറയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഗോൾഡൻ ഇയറാണ്. ഒരുപക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ, ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയപ്പെടാൻ പോകുന്നത് 2023 മുമ്പും 2023 ശേഷം എന്ന രീതിയിലാണ്. കാരണം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേരള ഗവൺമെന്റ് ഇറക്കിയ ഒരു ഓർഡിനൻസ് ആണ്, ഒരു ജിയോ ആണ്. ആ ജിയോന്റെ കോപ്പിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗിന് എന്ന് എന്താ പറയാ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറില് മോണിറ്ററിംഗ് മെക്കാനിസം, ഡയറക്ട് സെല്ലിംഗിനെ മോണിറ്റർ ചെയ്യാനുള്ള കൃത്യമായ അതോറിറ്റിയെ നിയമിച്ചുകൊണ്ട് കൃത്യമായ നിയമം കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ഓർഡറിന്റെ കോപ്പിയാണ്. ഈ ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 28/3/2023. ഈ 2023 മാർച്ച് മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഓർഡിനൻസിന്റെ കോപ്പിയാണ്. ഇതിനെ തുടർന്നാണ് ഇന്ന് കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ കമ്പനികളെയും നിരീക്ഷിക്കാനും ആ നിയമം നടപ്പിലാകുന്നത് ഉറപ്പുവരുത്താനുള്ള മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ നിലവിൽ വന്ന ഒരു സാഹചര്യമാണ്. ഒരു കാര്യം നമുക്കറിയാം, ഒരു കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പേരിൽ ഒരുപാട് മണി ചെയിൻ കമ്പനികൾ വന്ന് ഒരുപാട് പേരെ പ്രലോഭിപ്പിച്ച് പണമിടിയിപ്പിച്ച് പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഡയറക്ട് സെല്ലിംഗിലുള്ളത്. ഇനിയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ വളർച്ച എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇന്ന് നമുക്കറിയാം, ഇതിനെ തുടർന്ന് തന്നെ ഇപ്പൊ ട്രേഡ് യൂണിയൻസ് CITU, AITUC, INTUC, STU, BMS തുടങ്ങിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ശക്തമായ ട്രേഡ് യൂണിയൻ സപ്പോർട്ടുമായിട്ട് ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ നമുക്കറിയുന്നത് പോലെ വരാൻ പോകുന്ന ഒരു കാലഘട്ടം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ ഗ്രോത്ത് തുടങ്ങാൻ പോകുന്നത് ഈ 2023 മുതലാണ്. ഒരുപക്ഷെ അടുത്ത 2 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രി ഒരു വലിയ ബിസിനസ് ആയിട്ട്, ഒരു കരിയർ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശരിയായ സമയത്ത് ഈ ഒരു അവസരം കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദെൻ നമ്മൾ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. വൈ ഷുഡ് വി ഡു ദിസ് ബിസിനസ്? ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു കാര്യമില്ല, 70% പീപ്പിൾ ഹാവ് എക്സ്പെൻസ് മോർ ദാൻ ഇൻകം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 70% ആളുകൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം 70 അല്ല, അതിനു മുകളിലുള്ള ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരവല്ല, ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെലവാണ് കൂടുതൽ. അപ്പൊ നമുക്ക് 2 വഴിയേ ഉള്ളൂ. ചെലവ് ചുരുക്കുന്നതിന് ഒരു പരിധി എന്തായാലും ഉണ്ട്. പിന്നെ നമുക്ക് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോ ഒന്ന്, 70% ആളുകൾക്കും വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാണെന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, 90% ആളുകൾക്കും പീപ്പിൾസ് ഹാവ് നോ സേവിങ്സ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 90% ആളുകൾക്കും സേവിങ്സ് ഇല്ല. ഒരുപക്ഷെ ഈ അവസരം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരന്മാരോട് എനിക്ക് വളരെ സിമ്പിളായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാവും പകലും പണിയെടുത്ത് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ ഇത്ര വർഷം ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ശരി, നമുക്ക് ഇപ്പൊ എന്ത് സേവിങ്സ് ഉണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായിരുന്നു എനിക്ക് അനുഭവം എന്ന് പറയാൻ പറ്റും. വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ആദ്യം ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ആരോട് കടം ചോദിക്കുന്നു. ഇന്നൊരു സാധാരണക്കാരന്റെ അവസ്ഥ, ഒരാൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരു അപകടമോ ആക്സിഡന്റോ അതല്ലെങ്കിൽ ഒരു അസുഖമോ വന്നാൽ ഒരാൾ ആംബുലൻസ് വിളിക്കാൻ ഓടുമ്പോൾ മറ്റു 2 പേര് കടം മേടിക്കാൻ ഓടുന്ന സിറ്റുവേഷനാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ ചിന്തിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് കയറി വന്നാൽ ഒരുപക്ഷെ സാധാരണക്കാരൻ അപ്പൊ തന്നെ 1000 രൂപ കടം മേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തിനാണ് പറയുന്നത്? നമുക്കറിയാം, ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് താഴെ വീണ് പൊട്ടിയാൽ ഒരുപക്ഷെ മാസങ്ങളോളം ആ പൊട്ടിയ ഫോണും കൊണ്ട് നടക്കേണ്ട ഗതികേട് സാധാരണക്കാരൻ ഉണ്ടാവുന്നത് അവൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവന്റെ കയ്യിൽ സേവിങ്സ് ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വർഷമായി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ എന്ത് സേവിങ്സ് ഉണ്ടെന്നുള്ളതാണ്.
90% ആളുകൾക്കും സേവിങ്സ് ഇല്ല എന്നുള്ളതാണ് വസ്തുത, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 99% ആളുകൾ 99% പീപ്പിൾ ഹാവ് നോ പാസീവ് ഇൻകം. ഇന്ന് 99% ആളുകൾക്കും പാസീവ് ഇൻകം ഇല്ല. പാസീവ് ഇൻകം ഇല്ല എന്നതിനേക്കാൾ അപ്പുറത്ത് പാസീവ് ഇൻകം എന്താണെന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നേരത്തെ മിഥുൻ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പണിയെടുക്കുമ്പോൾ കാശ് കിട്ടുന്നത് സ്വാഭാവികം, അത് ആർക്കും കിട്ടും. അത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാലും കിട്ടും, ചുമട്ടു തൊഴിലാളി ആയാലും കിട്ടും. എന്ത് തൊഴിലിന് പോയാലും പണിയെടുക്കുമ്പോൾ കൂലി സ്വാഭാവികമാണ്. എന്നാൽ ഒരു 6 മാസം പണിയെടുക്കാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നാലും, അതല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഒരു ദിവസം പണിയെടുക്കാൻ നമ്മൾ തന്നെ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ, നമ്മുടെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലിയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പാസീവ് ഇൻകത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് നിങ്ങൾ സീരിയസ് ആയി ചെയ്താൽ നമുക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു പക്ഷേ ഞാൻ ഈ കമ്പനിയിൽ ഒരു ITC റാങ്കിൽ ഒരു ശക്തമായ ടീമിനോടൊപ്പം നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ തിരിച്ച് ഞാൻ വീട്ടിലെത്തിയാലും ഇല്ലെങ്കിലും അടുത്ത ആഴ്ചയും എന്റെ വരുമാനം 2/10 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഞാൻ എന്റെ വരുമാനം ഇന്നും നിൽക്കുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഒരു വലിയ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഒരു വലിയ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ഫാമിലി സേഫ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ 90% ആളുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും all of them have so many dreams, needs and obligations. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും ഉള്ള ആളുകളാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ മാറാൻ തയ്യാറാണ്. നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. കാലഘട്ടത്തിന്റെ മാറ്റം എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. ഒരുപക്ഷെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് 100 കണക്കിന് കോടിയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നോടൊപ്പം ടീം SIT-യോടൊപ്പം ഉണ്ട്. ഒരുപക്ഷെ എന്താ പറയാ, അന്ന് ആ ഒരു മാറ്റം ചെറിയ രീതിയിലെങ്കിലും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ശ്രമിച്ചത് കൊണ്ടാണ് എന്നെ പോലെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച്. ദെൻ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസിന്റെ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പോയിന്റുകൾ ഞാനൊന്ന് ചെറിയ സമയം കൊണ്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഈസി ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്. ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുന്നത് എല്ലാവർക്കും പറയും. പക്ഷെ ഒരു ബിസിനസ് ചെയ്യാൻ നമ്മളത് ഇറങ്ങി നോക്കണം, അതിന്റെ നൂലാമാലകളും പ്രശ്നങ്ങളും അറിയാൻ വേണ്ടി. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഏത് സാധാരണക്കാരനും 2 മിനിറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ കയറി നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു, ഒരുപക്ഷെ 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 10 ഡിജിറ്റ് ID നമ്പർ കിട്ടും. ഇതിനേക്കാൾ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സും ഈ ലോകത്തില്ലെന്നുള്ളതാണ് സത്യം. സോ ഈസി ടു സ്റ്റാർട്ട്, ദെൻ ലീസ്റ്റ് എക്സ്പെൻസീവ്. ഒരുപക്ഷെ നമുക്കറിയാം, സാധാരണ ഒരു ബിസിനസ് തുടങ്ങാൻ പോകണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇനി ഫുട്പാത്ത് കച്ചവടം തുടങ്ങണമെങ്കിൽ പോലും 2-3 ലക്ഷം രൂപ മുടക്കണം എന്നുള്ളതാണ്. തട്ടുകട തുടങ്ങാൻ പോലും ലക്ഷങ്ങൾ വേണ്ട ഈ കാലത്ത്. കയ്യിലുള്ള പൈസക്ക് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നുള്ളത്. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മൊബൈൽ ഫോൺ മേടിക്കണേ 25,000 രൂപ. ഒരു മൊബൈൽ ഫോൺ മേടിക്കുന്ന പൈസക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെങ്കിൽ ലോകത്ത് ഇതിനേക്കാൾ ചെറിയ പൈസക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സും ഇല്ല എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, നോ കോസ്റ്റ്. നമ്മൾ ഒരാളുടെ കീഴെ പണിയെടുക്കേണ്ട ആവശ്യം, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് കാലം ചെയ്യേണ്ടി വരുന്നത് അവൻ ആത്മാഭിമാനം ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിട്ടുമല്ല, അവസ്ഥ കൊണ്ടാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. മറ്റൊരാളെ ഇവിടെ ഒരാളും നമ്മുടെ ബോസ് ആയിട്ടില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് നഷ്ടം വരുമെന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നോ റിസ്ക് ആണ്. നമ്മൾ ആകെ കൊടുക്കുന്നത് എടുക്കുന്ന പ്രോഡക്റ്റിന്റെ പൈസ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ടാർഗറ്റ്, പല കമ്പനിയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉറക്കം കെടുത്തുന്ന വാക്കാണ് ടാർഗറ്റ് എന്നുള്ളത്. പക്ഷെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, കമ്പനി ആയിട്ട് ഒരു ടാർഗറ്റ് നമുക്ക് വെക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര വരുമാനം വേണം, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ നമ്മൾ തന്നെ പരിശ്രമിക്കാമെന്നല്ലാതെ കമ്പനിയായിട്ട് നമുക്ക് ഒരു ടാർഗറ്റും തരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നോ ഫിക്സ്ഡ് വർക്കിംഗ് അവർ. ഇവിടെ നമുക്കൊരു നിശ്ചിത വർക്കിംഗ് അവർ ഇല്ല. രാവിലെ 10 തൊട്ട് വൈകുന്നേരം 5 വരെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം നമ്മുടെ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട്
നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ നോ ഫിക്സഡ് വർക്കിംഗ് ലോ. അതുപോലെ തന്നെ നോ ഏരിയ റെസ്ട്രിക്ഷൻ. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം ഇതൊരു ഓൺലൈൻ ബിസിനസ് ആണ്. ഇന്ന് ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്ക് സാധ്യതയുണ്ടോ, നിങ്ങളുടെ കൂടെ വരുന്നവർക്ക് സാധ്യതയുണ്ടോ, നിങ്ങൾക്ക് എല്ലാം ഉപയോഗപ്പെടുത്താം. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഏരിയ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല. അതിനേക്കാൾ ഒക്കെ വലിയ കാര്യം സപ്പോർട്ട് ഫോർ സക്സസ്. വിജയിച്ച ആളുകൾ നമ്മളെ വിജയിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ലോകത്ത് ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജീവിതത്തിൽ സക്സസ് ആവാൻ നമുക്ക് ആഗ്രഹിക്കും. പക്ഷെ ജീവിതത്തിൽ സക്സസ് ആവാൻ എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഉത്തരവില്ല. ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടത് ഒന്ന് പണം തന്നെയാണ്. ഇനി പണം മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മൾ സക്സസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. നല്ല ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എത്ര പണം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തവന് പണം എൻജോയ് ചെയ്യാൻ കഴിയില്ല. സോ നല്ല ഹെൽത്ത് ഉണ്ടാകും. ഇനി അതിനേക്കാൾ ഉപരി നല്ല പേഴ്സണാലിറ്റി. നമുക്ക് കുറെ പണവും ആരോഗ്യം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൽ മേ ബി നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് പൂർണ്ണമായി വിലയിരുത്താൻ കഴിയില്ല. അപ്പൊ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജീവിതം എൻജോയ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഉണ്ടാവണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പലതും ചേരുമ്പോഴാണ് ഒരു അൾട്ടിമേറ്റ് സക്സസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നത്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എന്തെല്ലാം വേണോ അതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടും എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഒരു കാലത്ത് ഒരുപാട് പ്രൊഫഷണലുകളുള്ള ഒരു ഫാമിലിയിൽ ജീവിത സാഹചര്യം കൊണ്ട് ഞാൻ ടാക്സി ഡ്രൈവർ ആയപ്പോൾ ഒരു നല്ല പേഴ്സണാലിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്റെ ഫാമിലിയിൽ ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു ടാക്സി ഡ്രൈവറായി പോയ ഒറ്റ കാരണം കൊണ്ട് എന്റെ ഫാമിലിയിൽ എന്നും ഏറ്റവും പരാജയപ്പെട്ടവർ എന്ന അവസ്ഥയിലാണ് എന്നെ കണ്ടിരുന്നത്. ഇന്ന് ഞാൻ എന്നെ കാണുന്ന എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ചോദിച്ചാൽ ഞാൻ പറയും, അഭിമാനത്തോടു കൂടി ഞാൻ പറയും, ഈ കമ്പനികൾ എന്താ പറയാ, എന്റെ പേഴ്സണാലിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. നേരത്തെ വിനോദ് സാറ് ചോദിച്ചതുപോലെ ഒരു കാലത്ത് വെറും പ്രസാദാണ്, പിന്നെ മൈനർ സ്റ്റേജിൽ വന്നപ്പോഴാണ് അത് MS പ്രസാദ് എന്ന രീതിയിലേക്ക് വന്നു. ഇപ്പൊ വന്നത് MSP എന്ന് പറഞ്ഞ ഇൻവെർട്ടർ കോമയിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ ദാറ്റ് ഇസ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, ദാറ്റ് ഇസ് ദ പേഴ്സണാലിറ്റി. ഈ ഒരു പേഴ്സണാലിറ്റിയിൽ വന്നൊരു മാറ്റം. ഇന്ന് എന്റെ പഞ്ചായത്തിൽ പോലും എന്നെ ആരും അറിയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഇന്ത്യ മുഴുവൻ എവിടെയൊക്കെ മൈനർ സ്റ്റേജ് ഉണ്ടോ അവിടെയെല്ലാം ഇന്ന് MSP എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡായിട്ട് മാറി. എനിക്ക് പോലും അറിയാത്ത ആളുകൾ എന്നെ തിരിച്ചറിയാനും ഐഡന്റിഫൈ ചെയ്യാനും നമ്മളിവിടെ സെൽഫി എടുക്കുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്, ഒരുപക്ഷെ ആരും അറിയാതെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു വ്യക്തി ഇന്ന് ലോകം അറിയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾ അറിയുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇന്ന് നമുക്കറിയാം, നമുക്ക് രണ്ട് രീതിയിൽ ഈ ലോകത്ത് ജീവിക്കാം. ഒന്ന് ആഗ്രഹത്തിനനുസരിച്ച്, രണ്ട് അവസ്ഥക്കനുസരിച്ച്. 90% ആളുകൾ അവസ്ഥക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. എടുക്കും തോറും തീർന്നു പോകുമെന്ന് പേടിക്കേണ്ടാത്ത പണം വേണം, അല്ലെങ്കിൽ ചെലവാക്കുന്നതിനനുസരിച്ച് പണം വന്നുകൊണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം വേണം. ഈ ബിസിനസ് നിങ്ങൾ ഒരു 4-5 വർഷം ഒരു കോഴ്സ് പോലെ ശക്തമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചാലും എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ജീവിതത്തിൽ നിങ്ങൾ പണത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ദെൻ ടൈം ഫ്രീഡം. അതായത് നമുക്കറിയാം, ഈ ബിസിനസ്സിൽ 5 വർഷം നിങ്ങൾ ശക്തമായി പഠിച്ച് ശക്തമായി ഏറ്റെടുത്ത് ചെയ്താൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്താ പറയാ, എല്ലാ സമയവും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 വർഷം നമ്മൾ നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണം എൻജോയ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും കൂടി അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഫോറിൻ ട്രിപ്പ്, നേരത്തെ മിഥുൻ സാർ സൂചിപ്പിച്ചതാണ്, കമ്പനി ആയിട്ടും അല്ലാതെയും നമുക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള അവസരം കിട്ടും. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷെ ഇന്ന് ഈ ബിസിനസ്സിനോടൊപ്പം നിന്ന് ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ ഈ കമ്പനിയോടൊപ്പം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നത് ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യുമ്പോഴും ഇന്ന് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, പണ്ട് ടാക്സി ഓടിച്ച് ചേർന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഈ രീതിയിലേക്കൊക്കെ നമുക്ക് മാറാൻ സാധിച്ചത്. അപ്പൊ ഫോറിൻ ട്രിപ്പുകൾ ഈ ബിസിനസിന്റെ ഒരു വലിയ ബ്യൂട്ടിയാണ്. അതേപോലെ തന്നെ പാസീവ് ഇൻകം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾക്ക് പരിശ്രമിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലും ഒരു കാലത്ത് നമ്മൾ ഇല്ലാതെ വന്നാലും നമ്മുടെ അടുത്ത 2-3 തലമുറ പണത്തിന് വേണ്ടി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഇല്ലെങ്കിൽ പോലും അവർക്ക് നന്നായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും ചെറിയ ബിസിനസ്സിലൂടെ ഇതുപോലെയുള്ള വലിയ നേട്ടങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ സാധാരണമായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഞങ്ങൾ. ചില തിരിച്ചറിവുകളാണ് ഞങ്ങളെ ഈ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചത്. സർവോപരി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതേ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് മിഥുൻ സാർ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെ ആരാണോ ഈ ഒരു ലിങ്ക് തന്നതോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ കേൾപ്പിച്ചത് അവരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ള ഒരു നല്ല തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് മൈലേജ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഇവിടെ സമയത്തിന്റെ പരിമിതി ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗിൽ ഒരുപാട് കമ്പനി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കമ്പനി ഒഴികെ ബാക്കി എല്ലാ കമ്പനിയും മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്ക്. ഒരുപാട് നല്ല കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും വളരെ എന്താ പറയുക തെറ്റായ ഉദ്ദേശത്തോടുകൂടി പല കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് കമ്പനികളെ കുറിച്ചൊന്നും പറയാനാണല്ല. എന്തുകൊണ്ട് മൈലേജ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഈ കമ്പനിയെ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന് ഈ കമ്പനി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ട്രോങ് ആൻഡ് വിഷണറി മാനേജ്മെന്റ് ആണ്. ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്നത്, ഈ മാനേജ്മെന്റുമായിട്ട് ഏറ്റവും അടുത്തിടപെടാനും അവരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും അടുത്തറിയാനും പറ്റിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും, ഈ കമ്പനിയിൽ എന്റെ ഏറ്റവും വലിയ വിശ്വാസം, ഒരു പക്ഷേ ഞാനും സോമകുമാർ സാറും സത്യം മാഷും ശ്രീജിത്ത് സാറും തുടങ്ങി ഇന്ന് ഞങ്ങളുടെ ടീമിന്റെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ജീവൻ കൊടുത്തും ഈ ബിസിനസ്സിനോടൊപ്പം നിൽക്കാനുള്ള കാരണം ഈ കമ്പനി മാനേജ്മെന്റും അവരുടെ വിഷനും അവരുടെ മിഷനും അവരിൽ ഞങ്ങൾക്കുള്ള വിശ്വാസവുമാണ്. ഒരുപക്ഷെ ഈ മാനേജ്മെന്റ് തന്നെയാണ് ഇന്ന് മറ്റേത് കമ്പനിയിൽ നിന്നും ഈ മൈലേജ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഹൈ പൊട്ടൻഷ്യൽ ഇൻകം പ്ലാൻ. നമുക്കറിയാം, നമ്മുടെ ഈ ബിസിനസ്സിൽ വരുന്നത് കമ്പനി എത്ര നന്നായാലും നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയമുള്ള വിഷയം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറയാൻ സാധിക്കും, ഇന്ന് ഈ കമ്പനിയിൽ എന്റെ അറിവിൽ മാസം 1 കോടിക്ക് മേലെ വരുമാനം മേടിക്കുന്ന വ്യക്തികൾ മുതൽ 1000 രൂപ വരെ മേടിക്കുന്ന വ്യക്തികളുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂഷനിലൂടെ നിങ്ങൾക്ക് ചിന്തിക്കാനും വിശ്വസിക്കാനും പരിശ്രമിക്കാനും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുമാനം വേണേലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഇൻകം പ്ലാനാണ് നമ്മുടെ കമ്പനിക്കുള്ളത്. തന്നെയുമല്ല, അതിൽ ഏറ്റവും അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്നത്, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ മാസമാണ് നമ്മൾ 10ാം വാർഷികം ആഘോഷിച്ചത്. ഈ കമ്പനി തുടങ്ങിയ അന്ന് തൊട്ട് ഈ 10 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഒരേ പ്ലാൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അന്ന് വെച്ച പ്ലാനിൽ ഇന്നും അതുപോലെ അതേ രീതിയിൽ പ്രവർത്തിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫിൽ വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ് മൈലേജ്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഓരോ മാസവും പ്ലാൻ മാറ്റുന്ന കമ്പനികളുണ്ട്. കഴിഞ്ഞ മാസം പറഞ്ഞ പ്ലാനല്ല അവർക്ക് ഈ മാസം ഉള്ളൂ. ഈ മാസമുള്ള പ്ലാനും പദ്ധതിയല്ല അടുത്ത മാസം ഉള്ളൂ. വന്ന് ഓരോ മാസം എന്താണ് അവരുടെ പ്ലാന്, എന്താണ് അവരുടെ പദ്ധതി അവർക്ക് തന്നെ അറിയാത്ത കാര്യം. കമ്പനികൾ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ 10 വർഷം ഒരേ പ്ലാൻ വെച്ച് ഒരേ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്ത് വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. സോ അന്നും ഇന്നും ഈ 10 വർഷമായിട്ട് നമ്മുടെ പ്ലാൻ ഇത് തന്നെയാണ്. വീക്കിലി പേ ഔട്ട്, മന്ത്ലി പേ ഔട്ട് അന്ന് പറഞ്ഞത് ഇന്നും നടക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആൻഡ് റീപർച്ചേസിംഗ് പ്രോഡക്റ്റ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു മൈലേജ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി. നമ്മൾക്കറിയാം, നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത് ഉപയോഗിച്ച ആളുകൾക്ക് ആർക്കും അതിനെക്കുറിച്ച് സംശയം ഉണ്ടാവാൻ ഇടയില്ല. ദെൻ റീപർച്ചേസിംഗ് പ്രോഡക്റ്റ്. നമ്മളൊരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത്. അത് ആളുകൾക്ക് ആവശ്യമുള്ളതാണോ, അവന്റെ ജീവിതത്തിൽ അവന് ഉപയോഗമുള്ളതാണോ, അവൻ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ആ പ്രോഡക്റ്റിനുണ്ടോ. സർവോപരി അവനത് ജീവിതത്തിൽ നമുക്ക് 2 രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മേടിക്കുന്നു, ഇല്ലെങ്കിൽ 10 വർഷത്തിൽ ഒരിക്കൽ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ. എന്നാൽ റീപർച്ചേസിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എവരി മന്ത്, എവരി വീക്ക്, എവരി ഡേ നമ്മൾ തീരുന്തോറും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. മൈലേജ് മാർക്കറ്റിംഗ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രോഡക്റ്റുകൾ റീപർച്ചേസിംഗ് പ്രോഡക്റ്റുകളാണ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് എന്നെ സംബന്ധിച്ച് 2.5 ലക്ഷത്തോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അതിൽ 1 ലക്ഷം ആളുകൾ 130 രൂപ ടിപിക്ക് ഒരു ടൂത്ത് പേസ്റ്റ് മേടിച്ച് സ്വന്തം തേച്ചാലും എന്റെ കച്ചവടം 1,30,00,000. 325 രൂപ ടിപിക്ക് 1 ലക്ഷം ആളുകൾ ഒരു ഹെയർ ഓയിൽ മേടിച്ച് സ്വന്തം തേച്ചാൽ എന്റെ കയ്യിൽ നടക്കുന്ന കച്ചവടം 3,4 കോടിയാണ്.
ഇന്ന് 100 കണക്കിന് കോടി ടേൺ ഓവറിലേക്ക് ഇന്ന് എന്റെ ബിസിനസ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും അത് റീപർച്ചേസിംഗ് പ്രോഡക്റ്റ് ആണ് എന്നുള്ളതുമാണ്. Then expanded ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് ഇന്ന് ഇന്ത്യ മുഴുവൻ 1000 ഓഫ്ലൈൻ ഔട്ട്ലെറ്റുകൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യ ഷോപ്പിംഗ് www.indiashopping.com എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ ഇന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ കമ്പനിക്കുണ്ട്. അതേപോലെ തന്നെ വെരി സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡ്, കഴിഞ്ഞ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് കാണിക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലാണ്. ഇന്ത്യൻ കമ്പനി രജിസ്റ്റേഡ് ആണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ന് 1000 ആളുകൾക്കാണ് ആഴ്ചയിൽ 2,10,000 കൊടുക്കുന്നത്. 100 കണക്കിന് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞ കമ്പനിയാണ്. ലക്ഷക്കണക്കിന് വീടുകളിൽ ഒരാഴ്ച പോലും മുടങ്ങാതെ വരുമാനം കൊടുക്കുന്ന ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ് എംഐ മാർക്കറ്റിംഗ്. ഇത് തന്നെയാണ് ഇന്ന് ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 10 വർഷത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡ് കാണിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എംഐ. അതിനേക്കാൾ ഉപരി ഇന്ന് ഈ കമ്പനിയിൽ വരുന്ന പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും സ്വന്തമായി എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കമ്പനിയാണ് എംഐ മാർക്കറ്റിംഗ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു പക്ഷേ ഇന്ന് ഏഷ്യയിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്ന കമ്പനി ഒരു കാലത്ത് അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ ലോകത്ത് ഡയറക്ട് സെല്ലിംഗിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന കമ്പനിയായിട്ട് മാറുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് എംഐ മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്ത് നമ്പർ 1 ആകാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എംഐ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി, വൈ ടീം SIT എന്നുള്ളതാണ്. ഇതൊരു ടീം ബിസിനസ് ആണ്. ഇവിടെ എത്ര നല്ല കമ്പനി ആയാലും എത്ര നല്ല പ്രൊഡക്റ്റ് ആയാലും ഒരു പുതിയ വ്യക്തിക്ക് കടന്നു വന്ന് ഒറ്റയ്ക്ക് മനസ്സിലാക്കി വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ്. ഇതൊരു ടീം ലെവൽ ബിസിനസ് ആണ്. ഒരു നല്ല വിത്താണെങ്കിൽ മാത്രം കാര്യമില്ല, അനുയോജ്യമായ ഒരു മണ്ണും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിത്ത് വളരുകയുള്ളൂ. അപ്പൊ തീർച്ചയായും ഇവിടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിന് എത്ര നല്ല കമ്പനി ആയാലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഒത്തുവന്നാലും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. എനിക്കിന്ന് നിങ്ങളോട് 100% അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ന് എൻ്റയർ മൈലേഴ്സ് മാർക്കറ്റിംഗിൽ ഇന്നൊരു പക്ഷേ ഒരുപാട് സക്സസ്ഫുൾ ടീമുകളുണ്ട്. എന്നാൽ ഇന്ന് എല്ലാ ടീമുകളും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് ടീം SIT എന്നുള്ളത്. കാരണം ഇന്ന് നമുക്കറിയാം 155 വ്യക്തികൾ ഇതിനോടകം ആഴ്ചയിൽ 2,10,000 ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയ വ്യക്തികൾ ഇന്ന് ടീം SITയിലുണ്ട്. ആഴ്ചയിൽ ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകൾ അതിന്റെ എത്രയോ മടങ്ങുണ്ട്. മാസത്തിൽ ലക്ഷങ്ങൾ മേടിക്കുന്നവർ ആയിരക്കണക്കിനുണ്ട്. ഒരുപക്ഷെ 10,000 കുടുംബങ്ങളാണ് ഇന്ന് ടീം SITയോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയാം, ഒരുപാട് സക്സസ്ഫുൾ ടീമുകൾ ഈ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനിയിൽ ഉണ്ടെങ്കിലും ഇന്ന് ടീം SIT എന്ന് പറഞ്ഞാൽ അത് എൻ്റയർ മൈലേഴ്സ് മാർക്കറ്റിംഗ് നമ്പർ 1 ഓർഗനൈസേഷനാണ് ടീം SIT. അപ്പോ ആ ഒരു സൺ ഇന്റർനാഷണൽ ടീമിനോടൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അവസരം കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വൈകിയ വേളയിൽ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, അതിൻ്റെതായ പരിമിതി ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറയാം, നിങ്ങളൊരു തീരുമാനമെടുക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഞങ്ങൾ എടുത്തതുപോലെ ഒരു തീരുമാനം, കാര്യങ്ങളൊന്നും പഠിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ, ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ കമ്പനിയോടൊപ്പം ഈ സൺ ഇന്റർനാഷണൽ ടീമിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റാനുണ്ടോ അതെല്ലാം നിറവേറ്റാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് മൈലേഴ്സ്. സോ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒന്ന് ആറ്റിറ്റ്യൂഡ്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒന്ന് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനോഭാവം. ഇവിടെ ഇത് കേൾക്കുന്ന പല ആളുകളുടെ ചിന്ത പല രീതിയിലായിരിക്കും. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇത് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്കും പറ്റും. ഇവിടെ ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് ആർക്കും പറ്റും. ആയിരക്കണക്കിന് സാധാരണക്കാർ വിജയിച്ച ഈ ബിസിനസ്സിൽ ഏത് സാധാരണക്കാരന് വിജയിക്കാൻ പറ്റും? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അതായത് എനിക്ക് പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഇത് ആർക്കും പറ്റും എന്നുള്ളതാണ് സത്യം. സോ ഒരു നല്ല ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് വിശ്വാസം. ഒരു വിശ്വാസം വേണം. കാരണം നമുക്കറിയാം, വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയും വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും നമ്മൾ എവിടെ എത്തിക്കില്ല. അതുകൊണ്ട് ഒരു 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കണം. പിന്നെ കമ്മിറ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, നോ പെയിൻ
നോ ഗെയിൻ എന്നാണ്. പണിയെടുക്കാതെ കാശ് കിട്ടും എന്ന് പറയുന്ന 100 കമ്പനികളുണ്ട്. പക്ഷെ ഒരു കമ്പനിയെ ഞങ്ങൾ 6 മാസം തികച്ചു കാണാറില്ല. പക്ഷേ ഇന്ന് ഇവിടെ എനിക്ക് പറയാൻ സാധിക്കും, ഒരു 3-4 വർഷം നിങ്ങൾ നന്നായി പഠിക്കാനും പരിശ്രമിക്കാനും നിങ്ങൾ അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പരിമിതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പക്ഷേ ചില സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റുകളായി മാറുന്നത്. ഇതേപോലെ ഒരു ബിസിനസ്സിൽ ഒരു പക്ഷേ എന്നോട് എന്റെ ഭാര്യയും മക്കളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു കമ്പനി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ അത് ഇന്നും എനിക്ക് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. പക്ഷെ ഞാൻ അവരോട് പറയും, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനൊരു കമ്പനി ഉണ്ടായല്ലോ, ആ കമ്പനിയിൽ നമ്മൾ വന്നല്ലോ, അപ്പൊ ഇനി അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ഒരുപക്ഷെ ഇവിടെ വിജയിച്ച ഒരുപാട് സാധാരണക്കാർ നിങ്ങളെക്കാൾ എത്രയോ സാധാരണക്കാരാണ്. അപ്പം ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു നല്ല തീരുമാനമെടുക്കാനും നാളെ ഞങ്ങളെക്കാൾ വിജയിച്ച വ്യക്തികളായി മാറാൻ സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. ഈ ഒരു അവസരത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ MC ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ വിനോസ, അതേപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി വളരെ ചെറിയ സമയം കൊണ്ട് വളരെ എഫക്റ്റീവായി നമ്മളോട് ഷെയർ ചെയ്ത ഒരുപക്ഷെ SITയുടെ ഭാവി വാഗ്ദാനമായിട്ട് മാറാൻ പോകുന്ന ഗ്രേറ്റ് RTC ലീഡർ മിസ്റ്റർ മിഥുൻ സാർ, അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഞാൻ നന്ദി പറയുന്നതും അഭിനന്ദിക്കുന്നതും ഒരുപക്ഷെ ഇന്ത്യൻ ടെറസ് അല്ലെങ്കിൽ ആദ്യമായി ഓൺലൈൻ ലൈവ് GTS എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന നമ്മുടെ SITയുടെ കരുത്തനായ ലീഡർ സോമകുമാർ സാറിനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന so.com മുഴുവൻ ആളുകൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു വേളയിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓൺലൈനിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളും നമ്മുടെ ലീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സർവോപരി ഈ ഓപ്പർച്യൂണിറ്റി കേട്ട ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സൺ ഇന്റർനാഷണൽ ടീമിന്റെ പേരിലും ടീം SITയുടെ പേരിലും നാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പേരിലും അഗൈതവമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം തൽക്കാലം കൺക്ലൂഡ് ചെയ്തിട്ട് അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.